أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണേ എന്ന് ഉപദേശിക്കുകയാണ്. നമ്മുടെ വിഷയം എന്താ? ഖുർആൻ പഠനത്തിൻ്റെ ആനുകാലിക പ്രസക്തി. ആനുകാലികം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന എത്ര ആളുകളുണ്ട് ഈ കൂട്ടത്തിലൊന്ന് കൈവയ്ക്കുക. ആനുകാലികം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എന്താണ്. വെറുതെ കൈവക്കണ്ട, ഞാൻ ചോദിക്കൂ. ആൺകുട്ടികളായിട്ട് തീരെ കോണ്ടാക്ട് ഇല്ല, അവരവിടുന്ന് പ്രസക്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാവണം എത്ര ആളുണ്ട് ഈ കൂട്ടത്തില്? അപ്പൊ ഞങ്ങളോട് ഈ വിഷയം പറഞ്ഞിട്ട് എന്താ കാര്യം? ഖുർആൻ പഠനത്തിന്റെ ആനുകാലിക പ്രസക്തി എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ എന്തിനു ഖുർആൻ പഠിക്കണം? ആ വിഷയത്തിന്റെ കാതൽ അതാണ്. ഈ കാലഘട്ടത്തിൽ എന്തിന് ഖുർആൻ പഠിക്കണം? നമ്മളൊക്കെ മനുഷ്യരാണ് അല്ലേ? അതിൽ സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ മനുഷ്യനാണോ എന്ന് എനിക്കൊരു സംശയം എന്ന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പരിധികളുണ്ട്. എല്ലാ കാര്യങ്ങളും ചിന്തിച്ചെടുക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. എല്ലാ കാര്യങ്ങളും കാണാൻ നമുക്ക് കഴിയോ? ഇല്ല. അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ നമുക്ക് കഴിയോ കണ്ണുകൊണ്ട്? ഇല്ല. ഇൻഫ്രാറെഡും കാണാൻ കഴിയില്ല. അതുപോലെ ഒരു പരിധി കഴിഞ്ഞാൽ വലിയ ശബ്ദങ്ങളും കേൾക്കാൻ കഴിയില്ല. ഒരു പരിധിക്ക് താഴെ വന്നാൽ ചെറിയ ശബ്ദങ്ങളും കേൾക്കാൻ കഴിയില്ല. അപ്പോൾ മനുഷ്യന്റെ കണ്ണുകൾക്കും മനുഷ്യന്റെ കാതുകൾക്കും മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്കും എല്ലാം എന്തുണ്ട്? ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. അതേപോലെ തന്നെ മനുഷ്യന്റെ ബുദ്ധിക്കും എന്തുണ്ട്? പരിമിതികളുണ്ട്. ആ പരിമിതികളാണ് നമ്മെ നാം ആക്കി മാറ്റുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്, എന്നെ ഞാനാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നത് എന്താണ്? ആ പരിധികളാണ്, ലിമിറ്റേഷൻസ് ആണ്. ആ പരിധികളും പരിമിതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞാലോ ഒരുപക്ഷെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മളാകെ തകർന്നു പോവും.
ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ശബ്ദങ്ങൾ മുഴുവൻ നമ്മൾ കേട്ടാൽ, ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന കാഴ്ചകൾ മുഴുവൻ നമ്മൾ കണ്ടാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ അസാധ്യമാകും. അതൊരു വസ്തുതയല്ലേ, അതൊരു ഫാക്റ്റാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പരിമിതികളും പരിധികളും കൊടുത്തത് എന്തിനാ? അവനെ അവനാക്കി മാറ്റാൻ, ജീവിക്കാൻ അവനെ പ്രാപ്തനാക്കാൻ. ഒരു നല്ലൊരു കഥയിലൂടെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം. കഥ പറയാൻ നിങ്ങൾ ചെറിയ കുട്ടികളൊന്നുമല്ലെന്നറിയാം, പക്ഷെ ഇത് വലിയ ആൾക്കും പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഒരു 5-10 തവളകൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ ടൂറ് പോകും. അങ്ങനെ അവരൊരുപാട് യാത്ര ചെയ്യും. പെട്ടെന്ന് ആ കൂട്ടത്തിലുള്ള 2 തവളകൾ ഇടുങ്ങിയ ഒരു വലിയ കുഴിയിലേക്ക് വീണു. എവിടേക്ക് വീണു? ഇടുങ്ങിയ ഒരു വലിയ കുഴിയിലേക്ക് വീണു. ഇപ്പൊ എന്തായാലും അവർക്ക് കയറാൻ കഴിയില്ല. ആ കൂട്ടത്തിലുള്ള ഒരു തവളക്ക് കേൾവി ശക്തി നന്നായി കുറവായിരുന്നു. മറ്റേ തവള സാധാരണ പോലെ നല്ല കേൾവിയും കാഴ്ചയൊക്കെ ഉള്ള സാധാരണക്കാർ. അപ്പോ ഈ 2 തവളകൾ കുഴിയിൽ നിന്ന് ഇങ്ങനെ മേൽപോട്ട് നോക്കുക. മേലെ നോക്കുമ്പോൾ ആ കുഴിയുടെ ചുറ്റുഭാഗത്ത് ഇരുന്നു കൊണ്ട് ബാക്കിയുള്ള തവളകൾ പറയാ, ഒരു രക്ഷയില്ല മക്കളെ, ഇവിടെ കിടന്ന് മരിക്കലേ രക്ഷയുള്ളൂ, നിങ്ങൾക്ക് എന്തായാലും കയറി വരാൻ പറ്റില്ല എന്ന് ബാക്കിയുള്ള തവളകൾ കുഴിക്ക് ചുറ്റിലും നിന്നിങ്ങനെ പറയാം. ഇത് കേട്ട പാടെ കേൾവിയുള്ള തവള എന്ത് ചെയ്യാൻ തുടങ്ങി? ആഞ്ഞു ചാടാൻ തുടങ്ങി. സർവശക്തി ഉപയോഗിച്ച് അത് മേൽപോട്ട് ചാടാൻ തുടങ്ങി. ഓരോ ചാട്ടം ചാടുമ്പോഴും കുഴിയുടെ പുറത്ത് നിൽക്കുന്ന തവളകൾ പറഞ്ഞു, എടോ മണ്ട, നീ ചാടണ്ട, നീ ചാടിയിട്ട് കാര്യമില്ല, നിനക്ക് ചാടിയിട്ട് ഈ കുഴിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ അവിടെ കിടന്നോളൂ, ദൈവത്തിനെ ഓർത്തോളൂ, എന്നിട്ട് മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ, നീ ചാടേണ്ടതില്ല എന്ന് കുഴിക്ക് പുറത്തുള്ള തവളകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം ഈ തവള ഇത് കേട്ട് 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 നിരാശനായി കുഴിയിലേക്ക് തിരിച്ചു നിന്ന് തല തല്ലി ചത്തു. ആര്? കേൾവിയുള്ള സാധാരണക്കാരനായ തവള. ഈ തവള ചത്തത് കണ്ടപ്പോ കേൾവി കുറഞ്ഞ തവളക്ക് പേടിയായി. പടച്ചോനെ, ഇവൻ ചത്തു, ഇനിയിപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഈ കുഴിയിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഈ തവള ചാടാൻ തുടങ്ങി. സ്വാഭാവികമായി ഈ തവള ചാടുമ്പോഴും കുഴിക്ക് പുറത്തുള്ള തവളകൾ പറഞ്ഞു, എടോ നീ ചാടണ്ട, നിനക്ക് ചാടാൻ കഴിയില്ല, പുറത്ത് വരാൻ കഴിയില്ല, അതുകൊണ്ട് അവിടെ കിടക്ക്, ഓൻ ചത്തത് കണ്ടില്ലേ, അതുപോലെ ചത്തൂടെ, എന്നാൽ നമുക്ക് നമ്മുടെ വഴിക്ക് പോവാലോ. പക്ഷെ ഇവർ ഓരോ സമയവും ചാടല്ലട, ചാടല്ല മണ്ട, പൊട്ടാന്നൊക്കെ ഈ കുഴിന്റെ പുറത്തുള്ള തവളകൾ പറയുമ്പോൾ ഓരോ പറച്ചിൽ കഴിയുമ്പോഴും ഈ തവളയുടെ ചാട്ടത്തിന്റെ ശക്തി കൂടിക്കൂടി വരാം. അവസാനം ഉഗ്രശക്തി എടുത്ത് ചാടിയിട്ട് തവള എവിടെ എത്തി? കുഴിയുടെ പുറത്തെത്തി. പുറത്തെത്തിയപ്പോ കുഴിക്ക് പുറത്ത് നിൽക്കുന്ന തവളകൾ മുഴുവനും മിഴിച്ചു നിന്നു. ഇതെന്തൊരു മറിമായ! നമ്മൾ ഇത്രയൊക്കെ നിരുത്സാഹപ്പെടുത്തിയിട്ടും, നമ്മൾ ഇത്രയൊക്കെ വിമർശിച്ചിട്ടും, ഓരോ നിരുത്സാഹപ്പെടുത്തലിന്റെ സമയത്തും നിന്റെ ചാട്ടത്തിന്റെ ശക്തി കൂടിയതല്ലാതെ നിന്റെ ചാട്ടത്തിന്റെ ശക്തി കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എന്താ അതിന്റെ കാരണം? എന്താ അതിന്റെ ഗുട്ടൻസ് എന്ന് ചോദിച്ചപ്പോ, അടുത്ത് പോയി ഉറക്കെ ചോദിച്ചപ്പോ ഈ തവള കേട്ടു. തവള പറഞ്ഞു, എന്ത്? ഞാൻ എങ്ങനെയാ ചാടി പുറത്തെത്തിയെന്നറിയോ? ഞാൻ ഓരോ തവണ ചാടുമ്പോഴും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കല്ലേ, കമോൺ ചാടടാ, ഇനിയും ചാട്, ശക്തിയായി ചാടുന്ന നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കല്ലേ. ഞാൻ അതാ കേട്ടത്. സത്യത്തിൽ കുഴിക്ക് പുറത്ത് നീ തവളകൾ പറഞ്ഞെന്തായിരുന്നു? ചാടല്ലടോ പൊട്ടാ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, മണ്ട, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നിരുത്സാഹപ്പെടുത്തായിരുന്നു. പക്ഷേ ചെവിപ്പൊട്ടനായ ഈ തവള കേട്ടത് എന്താ? കമോൺ മൈ ഡിയർ, ചാടോ, ആഞ്ഞു ചാടോ, നിനക്ക് കഴിയും എന്ന് പറഞ്ഞുള്ള പ്രോത്സാഹനായിരുന്നു ആര് കേട്ടത്? ഈ ചെവിപ്പൊട്ടനായ തവള കേട്ടത്. ആ പ്രോത്സാഹനത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടി, ചാടി ചാടി അവസാനം ഈ തവള എവിടെ എത്തി? കുഴിക്ക് പുറത്തെത്തി. ഈ കഥ ഞാൻ പറഞ്ഞ് എന്തിനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇല്ല? ഖബർസ്ഥാനിൽ സലാം പറഞ്ഞ പോലെ ഈ കഥ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ചെവിപ്പൊട്ടനായ തവളയെ രക്ഷിച്ചത് എന്താണ്? ആ തവളയുടെ കേൾവി ഇല്ലായ്മയാണ്, ആ തവളയുടെ കേൾവി പരിധിയാണ്, അല്ലെ? അതുപോലെ നമ്മളാക്കുന്നത് നമ്മുടെ പരിധികളാണ്. ആ പരിധികൾക്കപ്പുറത്ത് നമ്മൾ ചിന്തിച്ചാലോ? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിധി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പരിധിക്കപ്പുറത്ത് നമ്മൾ ചിന്തിക്കാൻ പോയാൽ
എറർ കാണിക്കും, അതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പിശാച് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് പറഞ്ഞുതരും, എടാ ഈ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ചതാരാ? അല്ലാഹ്. അപ്പൊ അള്ളാഹിനെ സൃഷ്ടിച്ചതാരാ? അവിടെ എറർ ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് പോകാൻ കഴിയില്ല. നമ്മുടെ ബുദ്ധിക്ക് അതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കാൻ കഴിയില്ല. ആ പരിധിയെ അടുത്താണ് ഖുർആനിന്റെ ഇടപെടൽ. അവിടെയാണ് ഖുർആനിന്റെ ആവശ്യം. എന്ത്? മനുഷ്യന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. ആ പരിധിയും പരിമിതിയും കഴിഞ്ഞാൽ ലോകം അവസാനിച്ചോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ തലച്ചോറിനുണ്ടാക്കിയ പരിധികൾ, ആ പരിമിതികളും തീരുന്നിടത്താണ് പരിശുദ്ധ ഖുർആനിന്റെ ഇടപെടൽ. എവിടെയാ നമ്മുടെ പരിധി തീരുന്നത്? എവിടെയാ നമ്മുടെ പരിമിതി തീരുന്നത്? മരണം വരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? മരണം വരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മരിക്കുന്ന വ്യക്തി മാത്രം കാണുന്ന ചില കാഴ്ചകളില്ലേ? ഒരാൾ മരിക്കാൻ കിടക്കാൻ, ആ സമയത്ത് അയാളുടെ കണ്ണിങ്ങനെ മിഴിക്കും, അയാളുടെ കണ്ണുകൾ ഇങ്ങനെ തുറിക്കും, അയാളുടെ ശരീരം ഇങ്ങനെ വിറക്കും. ആ സമയത്ത് അയാള് ഈ ഭൗതികമായി കാണുന്ന ചില കാഴ്ചകളുണ്ട്, പക്ഷേ അയാള് മാത്രം കാണുന്ന ചില കാഴ്ചകളുണ്ട്. ആ കാഴ്ച നമ്മളെ കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ആ കാഴ്ച എന്താണെന്ന് നമ്മൾ അറിയണം. ആ കാഴ്ച എന്താണെന്ന് നമ്മൾ അറിയണം. അതാരാ നമുക്ക് പറഞ്ഞുതരാ? ആ കാഴ്ച കണ്ട ഒരാൾ പിന്നെ തിരിച്ചു വരുമോ? ഒരിക്കലുമില്ല. ആ കാഴ്ച കണ്ട ഒരാൾ തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെ അത് കണ്ട ഒരാൾക്ക് പറഞ്ഞു തരാൻ സാധ്യമല്ല. അപ്പൊ ആര് പറഞ്ഞു തരണം? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ അവസ്ഥകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും പല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിലും പോകാറുണ്ട്. ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് അറിയാം നിങ്ങൾ? ഏറ്റവും വലിയ കുഴപ്പം നല്ല സ്വഭാവമില്ല എന്നുള്ളതാണ്. നല്ല സ്വഭാവമില്ല. 2 ദിവസം മുമ്പ് എൻ്റെ നാട്ടിൽ പാപ്പൻശ്ശേരിയിൽ ഞാനൊരു കടയിൽ പാല് വാങ്ങാൻ കയറിയതാണ്. ഒരു 8:30 മണിക്ക് മിൽമയുടെ ഒരു പാക്കറ്റ് പാല് വാങ്ങാൻ വേണ്ടിയിട്ട് ആ കടയിലേക്ക് കയറി. ഒരു പാലെന്ന് പറഞ്ഞ അയാൾ പാല് തന്നു, ഞാൻ കാശ് കൊടുത്തു. അപ്പോൾ ഒരു കുട്ടി, മാക്സിമം അവൻ +1 +2, അവൻ വന്നിട്ട് ചോദിക്കാണ്, ഗോൾഡ് ഉണ്ട്? ആദ്യം മനസ്സിലായില്ല ഗോൾഡ് ഉണ്ടെന്ന് ചോദിച്ചു. പിന്നെ കടക്കാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായടാ? അതെന്തിനാ നിങ്ങൾ നോക്കണേ? എൻ്റെ വയസ്സെന്ത്? നിങ്ങളാരും എൻ്റെ വാപ്പേ? ഗോൾഡ് ഉണ്ടോ ചോദിച്ചാൽ ഗോൾഡ് ഉണ്ടെങ്കിൽ തന്നാൽ മതി, അധികം വർത്താനൊന്നും പറയണ്ട. അപ്പം അയാൾ അധികം വർത്താനം പറയാതെ, ഡയലോഗ് അടിക്കാതെ അയാൾ 2 സിഗരറ്റ് എൻ്റെ കുറ്റി എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ പൈസയും കൊടുത്തു. അവൻ കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഈ പാലം എടുത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ്റെ വേക്കിലേക്ക് പോയിട്ട് ഞാൻ ചോദിച്ചു, അല്ല മോനെ, നീ സിഗരറ്റ് വാങ്ങിയല്ലോ? ആ വാങ്ങി. അതിന് ചോദിച്ചപ്പോൾ ആ കടക്കാരൻ നിന്നോട് ചോദിച്ചില്ലേ നിങ്ങൾക്ക് എത്ര വയസ്സായി? ആ ചോദിച്ചു. നീ പറഞ്ഞ മറുപടി എന്താ? അതെൻ്റെ ഇഷ്ടമല്ലേ, അത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ പറഞ്ഞു, നിൻ്റെ വീട് എനിക്കറിയാം, നിൻ്റെ വാപ്പാനെ എനിക്കറിയാം, നിൻ്റെ ഉമ്മാനെ എനിക്കറിയാം, എല്ലാവരും എനിക്കറിയാം. അതുകൊണ്ട് മോൻ പറയും, ഈ വലിക്കുന്ന സംഗതി വീട്ടിലറിയോ? വാപ്പ അറിയോ? ഉമ്മ അറിയോ? ഈ പൈസ നിനക്ക് എന്തിനു വേണ്ടി തന്നതാ? അവന് മിണ്ടാട്ടില്ല. എന്താ മിണ്ടാട്ടില്ലാത്ത? പടച്ചോനെ പേടിച്ചിട്ടല്ല, പിന്നെ ഉപ്പാനെ ഉമ്മാനെ അറിയാം. ഇനി അധികം ഡയലോഗ് അടിച്ചാൽ ഉപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും സംഗതി എത്തും. കുട്ടികൾക്ക് രാവിലെ ഭക്ഷണം കഴിക്കാൻ ഉമ്മ 50 രൂപ 10 രൂപ, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ 10 റുപ്യാണ് തരിക ഉച്ചഭക്ഷണം കഴിക്കാൻ. 10 റുപ്യ തന്നു കഴിഞ്ഞാൽ അതിന് 2 പപ്സും 1 ലൈമും കിട്ടും. ഒരു പപ്സിന് 3.50, 2 പപ്സും 3 റുപ്യാണ് ലൈമിന്. ഇത് കറക്റ്റായിട്ട് തന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്രയാ ചോറുന്നാൻ പൈസ കൊടുക്കണത്? 100 റുപ്യ, 150 റുപ്യ, 200 റുപ്യ. എന്നിട്ട് ഇതൊന്നും പോരാണ്ട് ഇതിന് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് വേറെ ഇപ്പോൾ പുതിയ പരിപാടി എന്താ? ഈ +1-നും +2-നും അതുപോലെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ആൺകുട്ടികളെ പുതിയ പരിപാടി കാറ്ററിങ്ങിന് പോവുക. കാറ്ററിംഗ് സർവീസിന് കല്യാണ വീടുകളിൽ, അല്ലേ? ആ പ്രായമുള്ള ആളുകൾ ഇവരെ കണ്ടാ വിചാരിക്കും പാവങ്ങൾ വീട്ടിലൊരു ഗതിയില്ലാതെ ഓരോ വീടുകളിൽ കല്യാണത്തിന് വിളമ്പാൻ വന്നിരിക്കുക. ആണോ? ഒരു ഗതിയിലായിട്ട് വന്നതാ? അല്ല. വീട്ടിൽ നിന്ന് ദിവസേന കൊടുക്കുന്ന ഈ 100-ഉം 200-ഉം സിഗരറ്റ് വലിക്കാനും കഞ്ചാവടിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും ലൈനിന് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാനും മൊബൈലിൽ രാപ്പാട്ട് പാടാൻ റീചാർജ് ചെയ്യാനും പൈസ തികയാതെ വരുമ്പോൾ കാറ്ററിങ്ങിന് പോയിട്ട് ആരാൻ്റെ പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് 6 ശമ്പളം വാങ്ങുന്ന ഉപ്പാൻ്റെ മക്കൾ
അന്ന് കിട്ടുന്ന 500 രൂപയായിട്ട് ആദ്യം റീചാർജ് കടയിൽ പോയി 100 റുപ്യക്ക് റീചാർജ് ചെയ്ത് നട്ടപ്പാതിരാക്ക് മൂങ്ങകളെ പോലെ വിളിക്കുക ഏതോ ഒരു കോളിൽ ഫോണിലേക്ക്. അത് തീരുമ്പോൾ രാവിലെ എഴുന്നേറ്റ് സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിൽ പോയി സിഗരറ്റ് വലിക്കുക. എന്നിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുക. എന്തൊരു ദുരന്തമല്ലേ! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഇന്നുള്ള കാലഘട്ടത്തിലെ ഇവിടെ എത്ര കുട്ടികൾ അങ്ങനെ ഉണ്ട് എനിക്കറിയില്ല. അല്ലാഹു ആലം ഇവിടെ ഇരിക്കുന്ന ആരും അങ്ങനെ അല്ലാതിരിക്കട്ടെ. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളെങ്കിലും അങ്ങനെ ഉണ്ടാവില്ലേ? തീർച്ചയായും. ഒരു വ്യക്തിത്വം ഇല്ലാതെ തനി നാറിപ്പൊളിച്ച വ്യക്തിത്വത്തിന്റെ ഉടമകളായി സമൂഹത്തിൽ ജീവിക്കുന്ന, സമൂഹത്തെ പറയിപ്പിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഏതൊക്കെ കോലത്തിലാണ് യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ നാട്ടിൽ കുറച്ച് യുവാക്കൾ അറിയാം, അവരുടെ പരിപാടി അവർ ചോദിച്ചാൽ പറയും ഞങ്ങൾ ദൈവത്തിനെ ഒന്നല്ല ആരാധിക്കണം. മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാ വിഭാഗം, എല്ലാ മതവിഭാഗക്കാർ അവരിലുണ്ട്. അവർ പറയാ ഞങ്ങൾ ദൈവത്തിനൊന്നല്ല ആരാധിക്കണത്, ഞങ്ങൾ ആരാ ആരാധിക്കണത്? പിശാചിനെ ആരാധിക്കും. എന്നിട്ട് ഒരുമാതിരി കൊമ്പുള്ള മാലയും കൈക്ക് മുഴുവൻ പച്ചയൊക്കെ കുത്തിയിട്ട് ഒരു അരോചകമായ രൂപത്തിൽ നടക്കുക, വല്ലാത്തൊരു രൂപത്തിൽ നടക്കുക. ഇതെന്തുകൊണ്ടാ? ഉമ്മയും വാപ്പയും ശരിയില്ലാത്തോണ്ടാണോ? കുടുംബക്കാര് ശരിയില്ലാത്തോണ്ടാണോ? മതം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിക്കാബ് അടക്കിട്ടിട്ട് മുഖം മറച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് ട്രെയിനിലെത്തിയാൽ ഓടിപ്പോയി ബാത്റൂമിൽ കയറുക, എന്നിട്ട് മുഴുവൻ അഴിച്ചിട്ടിട്ട് നല്ല ടിപ്പ് ടോപ്പിൽ ഇറങ്ങുക. അങ്ങനത്തെ എത്ര ആളുകളുണ്ട് അല്ലേ? സാധാരണ ഈ പ്രായത്തിൽ പണ്ടൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. പണ്ടത്തേതാ ഈ ഇരിക്കുന്ന ആളുകൾക്കൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പ്രേമിക്കുക. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പ്രേമിക്കുക. പണ്ടൊന്നും പറഞ്ഞ പക്ഷെ ഇപ്പൊ നടക്കണില്ലേ? നിങ്ങൾ പറയും, ഞാൻ പറയണില്ല. ആൺകുട്ടികളെ നടക്കണില്ലേ? 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് ലവ് ലെറ്റർ കൊടുക്കാറില്ലേ? ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ എന്താണ്? വാട്സപ്പിലൂടെ കുറച്ച് സ്മൈലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കഴിഞ്ഞാൽ സംഗതി ക്ലിയർ അല്ലേ? വല്ലാത്തൊരു അബദ്ധമാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നു. ഇതിൻ്റെയൊക്കെ ഉത്ഭവം എവിടുന്ന? മതം പഠിക്കാത്തതുകൊണ്ടാണ്. ഒരു നല്ലൊരു വ്യക്തിത്വം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, നല്ലൊരു വ്യക്തിത്വം എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്ന ഒരു ക്ലാസിന്റെ അല്ലെങ്കിൽ ഒരു അറിവിന്റെ കുറവാണ് ഇതൊക്കെ. ഖുർആൻ നല്ല മുഅ്മിനീങ്ങളുടെ അടയാളമായി ചില സംഗതികൾ പറയുന്നുണ്ട്. വളരെ നല്ല മനുഷ്യരുടെ അടയാളമായി ചില സംഗതികൾ പറയുന്നുണ്ട്. ആ സംഗതികൾ ഞാനിവിടെ പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ആ സംഗതികളിൽ ഏതെങ്കിലും ഒന്ന് പടച്ചോൻ സഹായിച്ചിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അതായത് ഖുർആൻ പറയുന്നത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ഇത് പരിശുദ്ധ ഖുർആൻ നല്ല മനുഷ്യരുടെ ചില ക്വാളിറ്റികളായി പഠിപ്പിക്കുന്നതാണ്. എന്താ ക്വാളിറ്റി? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, ആകാശത്ത് വാരി വിതറപ്പെട്ട കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ, സുന്ദരമായി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനിലും ചന്ദ്രനിലും ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, അത്ഭുതമുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? അല്ലദീന യദ്കുറൂനല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഖിയാമൻ നിന്നുകൊണ്ട്, വഖുഊദൻ ഇരുന്നുകൊണ്ട്, വഅലാ ജുനൂബിഹിം കിടന്നുകൊണ്ട്, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കുകയും ചെയ്യുന്നതാണ്, ആലോചിക്കുകയും ചെയ്യുന്നതാണ്. എന്നിട്ട് അവർ പറയാണ് റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ ബാതില, ഇതൊന്നും നീ വെറുതെ പടച്ചിട്ടില്ല റബ്ബേ, സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാണ് അല്ലാഹ്, ഫഖിനാ അസാബന്നാർ, അതുകൊണ്ട് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണേ അല്ലാഹ്. ഇത് നല്ല മനുഷ്യന്മാരുടെ ക്വാളിറ്റി ആയിട്ട് ഖുർആൻ പഠിപ്പിച്ചെന്നതാ. ഇനി നിങ്ങളൊന്ന് കൈവന്തിച്ചേ, എത്ര ആളുകൾ ജീവിതത്തിൽ 17 വയസ്സായി, 18 വയസ്സായി, 19 വയസ്സായ ആളുകൾ ഉണ്ടാകും, 15 വയസ്സായ ആളുകൾ ഉണ്ടാകും. ഒറ്റവട്ടം ആകാശത്തേക്ക് നോക്കിയിട്ട് പടച്ചോനോട്, പടച്ചോനെ ഇതെന്തൊരു അത്ഭുതമാണ്, എന്തൊരു സൃഷ്ടിപ്പാൻ എന്ന് ഒറ്റവട്ടം പറഞ്ഞു പോയ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടോ? മാഷാ അല്ലാഹ്, വലിയ കാര്യമാണ്. അൽഹംദുലില്ലാഹ്, കൈതട്ടി. പക്ഷേ വളരെ അപൂർവല്ലേ ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കുക,
പഠിക്കുന്ന സംഗതിയെ കുറിച്ച് ചിന്തിക്കുക, ആലോചിക്കുക. അല്ലേ? നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ അവസ്ഥ എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ അവസ്ഥ, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആരാ? ഉമ്മൻചാണ്ടിയാ? അച്യുതാനന്ദൻ അല്ലേ? പിന്നെ ആര്? പോട്ടെ, ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി ആരാ? പോ, ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ആരാ? ഒക്കെ പോട്ടെ, ഇന്ത്യയും കേരളമൊക്കെ അവിടെ കിടക്കട്ടെ. ഇവിടെ പടിഞ്ഞാറെങ്ങോട്ടാ? പടിഞ്ഞാറ് എങ്ങോട്ടാ? പടിഞ്ഞാറെങ്ങോട്ടാ? അങ്ങനെയാണോ ഒരാൾ കാണിക്കുന്നത്? പടിഞ്ഞാറെങ്ങോട്ട് അല്ലേ? പടിഞ്ഞാറ് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. എന്നാലും തെക്കും വടക്കും കൃത്യമായിട്ട് പറയാൻ കഴിയണ എത്ര ആൾക്കാരുടെ കൂട്ടത്തിൽ ഒന്ന് കൈവക്കി. വെറുതെ കൈവക്കരുത്, ഞാൻ ചോദിക്കും. വെസ്റ്റ് ഞാൻ കാണിച്ചു തന്നാൽ തെക്കും വടക്കും കൃത്യമായിട്ട് പറയാൻ കഴിയണ എത്ര ആൾക്കാരുണ്ട്? സൗത്തും നോർത്തും കൃത്യമായിട്ട് പറയാൻ കഴിയണം. ഇതിന്റെ കാരണം എന്താ അറിയോ? നമ്മൾ പഠിക്കുന്ന സംഗതി എന്താ? പുട്ടും കുറ്റി വിജ്ഞാനം എന്ന് അതിന് പറയാ. പുട്ടും കുറ്റി വിജ്ഞാനം. അതെപ്പോഴാ പുട്ടും കുറ്റി വിജ്ഞാനം തുടങ്ങുക? പരീക്ഷന്റെ തലേന്ന് എടുക്കും. എന്നിട്ട് പുസ്തകം എടുത്തിട്ട് ഒറ്റ ഇരിക്കല, ഒന്നും കേൾക്കൂല. എന്നിട്ട് അത് മുഴുവൻ തലച്ചോറിൽ കയറ്റും. എന്നിട്ട് പിറ്റേന്ന് എക്സാം ഹാളിൽ പോയിട്ട് ഒറ്റ തട്ടല. പിന്നെ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ കാലി. പിന്നെ അത് ജീവിതത്തിൽ ഉണ്ടാവേയില്ല. അല്ലേ? ഇതല്ലേ നമ്മുടെ വിജ്ഞാനത്തിന്റെ അവസ്ഥ? നമ്മൾ പഠിച്ച കാര്യത്തിനെ കുറിച്ച് ആലോചിക്കാറുണ്ടോ? പഠിച്ച കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? യെസ് എന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഇല്ല, നമുക്കൊന്നും അറിയില്ല. അതായത് ഇവൻ തെക്കും വടക്കും വരെ നമുക്ക് അറിയില്ല. പിന്നെങ്ങനെ നമ്മൾ ചിന്തിക്കാനാ? പിന്നെ എങ്ങനെ? സത്യത്തിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ അവരുടെ ഈമാൻ 10 മടങ്ങ് വർദ്ധിക്കും. 10 മടങ്ങ് അവരുടെ ഈമാൻ വർദ്ധിക്കും. അതെങ്ങനെയാ? അത്രക്ക് അത്ഭുതാവഹമായ കാര്യമാണ് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. സയൻസ് പുസ്തകങ്ങളിലും അല്ലാതെയും ചരിത്രത്തിലും വളരെ അത്ഭുതകരമായ ഒരുപാട് സംഗതികൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലേ? നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളെക്കാൾ അള്ളാന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരിക ആരായിരിക്കും? ഞാനും നിങ്ങളായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹ് കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലേ? ഈ ആയത്തുണ്ടല്ലോ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. സുന്ദരമായ ഈ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്ത് അത്ഭുത സ്തബ്ധരായി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനോട്, നാഥാ നീ ഇതൊന്നും വെറുതെ അല്ല പടച്ചത് റബ്ബേ, അതുകൊണ്ട് ഇത് പടച്ച് നിനക്ക് നരകം പടക്കാൻ ബുദ്ധിമുട്ടല്ല, ആ നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക മൻ തുദ്ഖിലിൻ നാർ, ആരെയാണോ നീ ആ നരകത്തീയിലേക്ക് പ്രവേശിപ്പിച്ചത് ഫഖദ് അഖ്സൈതഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അവനെ നീ നിന്ദിച്ചിരിക്കുകയാണ് റബ്ബേ. അന്നേ ദിവസം അക്രമകാരികൾക്ക് നാഥാ സഹായകന്മാരില്ല. ഈ ഖുർആനിക വാക്യം, ഈ ഒരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ഉണ്ടാക്കണം. നമ്മൾ അള്ളാന്റെ സൃഷ്ടിപ്പ് നോക്കിയിട്ട് ആസ്വദിക്കാറൊക്കെ ഉണ്ട്. അല്ലേ? അള്ളാന്റെ സൃഷ്ടിപ്പ് നോക്കിയിട്ട് ആൺകുട്ടികളെ നിങ്ങൾ ആസ്വദിക്കാറില്ലേ? എപ്പോ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു പെൺകുട്ടി നടന്നു പോയാൽ നോക്കിയിട്ട് പറയും, എന്തൊരു സൃഷ്ടിപ്പല്ലേ പടച്ചോന്റെ. അല്ലേ? അതാണ് ആൺകുട്ടികളെ മാത്രം കുറ്റം പറയുമ്പോൾ പെൺകുട്ടികളെ ചിരിക്കണ്ട. ഈ കാലത്ത് പെൺകുട്ടികളും ഒട്ടും മോശമല്ല. അല്ലേ? നമ്മുടെ അള്ളാന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള അത്ഭുതപ്പെടൽ അതാണ്. ഖുർആൻ പറഞ്ഞൊരു അത്ഭുതപ്പെടലല്ല. അല്ലേ?
അതുകൊണ്ട് നല്ല ഒരു കുട്ടികളായി നമുക്ക് ആദ്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു ക്വാളിറ്റി എന്താണ്? നമ്മൾ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക, നമ്മൾ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് ഖുർആൻ തരുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഖുർആൻ തരുന്ന ഒരു നല്ല വ്യക്തിയായി, എൻ്റെ വിഷയം ഖുർആൻ പഠനത്തിന്റെ ആനുകാലിക പ്രസക്തി എന്നതാണ്. അതിന്റെ അർത്ഥം എന്തുകൊണ്ട് ഖുർആൻ പഠിക്കണം എന്നതാണ്. എന്തുകൊണ്ട് ഖുർആൻ പഠിക്കണം എന്ന വിഷയം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത് എങ്ങനെയാണ്? വളർന്നു വരുന്ന മക്കൾക്ക് ഖുർആനിലൂടെ എങ്ങനെ ജീവിതത്തെ തിട്ടപ്പെടുത്താം എന്നതിലൂടെ, വളർന്നു വരുന്ന മക്കൾക്ക് എങ്ങനെ ഖുർആനിലൂടെ ഉന്നമനത്തിലെത്താം എന്നൊരു വിഷയത്തിലൂടെയാണ്. സൂറത്തുൽ ഹുജറാത്ത് എന്ന് പറയുന്നൊരു സൂറത്തുണ്ട്. ഹുജറാത്ത് അറിയോ? എല്ലാവർക്കും അറിയോ? ഹുജറാത്തില് 3 ആയത്തുകളുണ്ട്. 3 ആയത്തുകൾ. ഈ 3 ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സംഭവമായി മാറും. ഭയങ്കര സംഭവമാവും. നമ്മൾ ഈ 3 ആയത്ത് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. ഈ 3 ആയത്ത് എന്താ? അറിയുന്നവരെൻ്റെ കൂടെ ഓതിക്കോ, ഞാൻ ഓതിത്തരാം. ഖുർആനൊന്നുമില്ലല്ലോ ആരുടെ കയ്യിലും. അറിയുന്നവരെൻ്റെ കൂടെ ഓതിക്കോ, അല്ലാത്തവർ കേട്ടാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. ഈ 2 ആയത്തുകളെ ഇപ്പോൾ ഓതുന്നുള്ളൂ. ഈ ആയത്തുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു 12 വയസ്സ് മുതൽ 18-20 വയസ്സ് വരെ വരുന്ന കുട്ടികളുടെ മനസ്സിന് പിടികൂടാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക രോഗങ്ങളും ഈ 2 ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക രോഗങ്ങൾ. ആ ആയത്തിൽ ആദ്യം പറയുന്ന സംഗതി എന്താണെന്ന് നോക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, നിങ്ങൾ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ കളിയാക്കരുത്, പരിഹസിക്കരുത്. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുൻ, ഒരു വിഭാഗം പെൺകുട്ടികൾ മറ്റൊരു വിഭാഗം പെൺകുട്ടികളെയും പരിഹസിക്കരുത്. കാരണം പരിഹസിക്കപ്പെടുന്ന പെൺകുട്ടികൾ പരിഹസിക്കുന്ന പെൺകുട്ടികളെക്കാൾ ഉത്തമരായിരിക്കാം. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്, ചീത്ത പേരുകൊണ്ട് നിങ്ങൾ അന്യോന്യം അഭിസംബോധന ചെയ്യുകയും ചെയ്യരുത്. ഈ ഒരു സംഗതി നമ്മളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ, 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, ഇപ്പോഴും അന്നേരം പഠിപ്പിച്ച മാഷന്മാരുടെയും ടീച്ചർമാരുടെയും പേര് മുഴുവൻ ഓർമ്മയുണ്ട്. പക്ഷെ ആരുടെയും പേരറിയില്ല. എല്ലാവരെയും ഓർമ്മയുണ്ട്, എല്ലാവർക്കും ഓരോ പേരുണ്ട്. പക്ഷേ അവരുടെ ഒന്നും യഥാർത്ഥ പേര് ഓർമ്മയില്ല. അവരുടെയൊക്കെ പേരെങ്ങനെയാ ഓർമ്മ? പാച്ചൻ, മൂക്കൻ, ചുണ്ടലി, ഇങ്ങനെയൊക്കെയാണ്. അവരൊന്നും യഥാർത്ഥ പേര് പടച്ചോ സഹായിച്ചിട്ട് നമുക്കൊന്നും അറിയുക കൂടിയില്ല. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? ഗവൺമെന്റ് കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഒരു 75% അധ്യാപകന്മാർക്കും എന്തുണ്ടാകും? ഇരട്ട പേരുണ്ടാവും. ഇല്ലേ? ഞങ്ങള് മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ അറിയില്ല, അല്ലാഹു ആലം. പക്ഷേ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷന്മാർക്ക് പ്രധാനമായും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാഷന്മാരെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ? ഈ ടീച്ചർമാരെ കുറിച്ച് ടീച്ചർമാർക്ക് സുനന്ദിനി പശുന്നോ അങ്ങനെയൊക്കെ പേരിടാം. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിലുള്ള സ്കൂളിൽ ഒരു മാഷ് വന്നു. അദ്ദേഹം തെക്ക് ഭാഗത്തു നിന്നാണ്, തെക്കുന്ന് വരുന്നതാണ്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ജോഗ്രഫിയാണ് എടുക്കുന്നത്. അദ്ദേഹം ഭൂമിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ തെക്കുന്നാണല്ലോ, കോട്ടയം ഭാഗത്ത്. അദ്ദേഹം
ഭൂമി എന്ന് പറഞ്ഞു. ഭൂമിയുടെ ഭ്രമണം എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി. പിന്നുണ്ടല്ലോ ഈ കുട്ടികള് ആ പാവത്തിന്റെ നേൽവട്ടം കാണുമ്പോൾ കൈകൊട്ടും, ഭൂമി ഭൂമി വരുന്നു ഭൂമി. പിന്നെ ആ മനുഷ്യൻ ആ സ്കൂളിൽ നിന്ന് പോണ വരെ അയാളുടെ പേരെന്താണ്? ഭൂമി എന്നാണ്. ഇത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉള്ള പേരാണ്. ഒരു അപേക്ഷയുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ എനിക്കൊന്നും പേരിടരുത്. ഉണ്ടാവും, പക്ഷെ അത് പുറത്തറിയില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു പേര് എന്തായാലും ഇവിടെ സംസാരിക്കണം, മിക്ക ആൾക്കാർക്കും നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ അത് ഈ പ്രായത്തിന്റെ ഒരു കുഴപ്പമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് ഈ ആയത്തിൽ പറഞ്ഞത്. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു സംഗതി നിങ്ങൾ നോക്ക്, നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല അല്ലേ? പലപ്പോഴും ഈ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന കോളേജ് കുട്ടികൾ അവരിങ്ങനെ മുന്നിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വിലയിരുത്തും. ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോയാൽ ഇതെന്താടാ അലുവയും മത്തിക്കറിയാ, ഇങ്ങനെ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓൻ കുറച്ച് വെളുത്തിട്ടായിരിക്കും, ഇവൻ കുറച്ച് കറുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓൻ കുറച്ച് കറുത്തിട്ടായിരിക്കും, ഓൻ കുറച്ച് വെളുത്തിട്ടായിരിക്കും. എന്നിട്ട് അതിനെ വാലിഡേറ്റ് ചെയ്യുക, ഇതെന്താ അലുവയും മത്തിക്കറിയാ. എല്ലാവരും പോണ ആൾക്കാരെ കുറിച്ചൊക്കെ കമന്റ് അടിക്കുക. ആരെങ്കിലും ഒരാൾ മുന്നിൽ കൂടെ നടന്നു പോയാൽ മതി, എടാ ഓനെ നോക്കിയേ എന്തല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കുക. അതൊരു രസാണ്, ഭയങ്കര രസാണ്. കുറച്ച് വയസ്സുള്ള ഇതിൻ്റെ ഇടയിൽ ബസ് സ്റ്റോപ്പിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നാട്ടിൽ. അതായത് ബസ് സ്റ്റോപ്പിലൂടെ നടന്നു പോകുന്ന ഒരു പാവത്തിൻ്റെ തലയിൽ കഷണ്ടിയാണ് അയാൾ. ആ കഷണ്ടിക്ക് കണക്കായിട്ട് ഒരുത്തൻ കല്ലെടുത്ത് എറിഞ്ഞിട്ട് കുട്ടികൾ ഇങ്ങനെ നേരെ നോക്കി ഇങ്ങനെ നിൽക്കുക. ആർക്കും അറിയില്ല. അയാൾ വന്നു, പ്രശ്നം ഉണ്ടാക്കി, കൈ കിട്ടിയ ആൾക്കാരൊക്കെ പിടിച്ചടിച്ചു, അയാൾ പോയി. ഇതൊരു വല്ലാത്ത രോഗമാണ് ഈ പ്രായത്തിലെ, അല്ലേ? വല്ലാത്ത രോഗമാണ്. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വായ തുറക്കുമ്പോൾ ഖുർആനിന്റെ ഉപദേശം നമ്മൾ വായ തുറക്കുമ്പോൾ 3 വട്ടം ആലോചിക്കണം. എന്താ, ഞാൻ പറയപ്പെടുന്ന ആൾക്കോ ഞാൻ പറയുന്ന ആൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് എൻ്റെ ഈ വാക്കുകൊണ്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ വായ തുറക്കാൻ പാടുള്ളൂ. അതാണ് ഖുർആനിക വ്യക്തിത്വം, അതാണ് ഖുർആൻ പറയുന്ന വ്യക്തിത്വം. നമ്മുടെ ഒരു വാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു വർത്താനം ചില ആളുകളുടെ മനസ്സിൽ എത്രമാത്രം ആഴത്തിൽ മുറിവുണ്ടാക്കുമെന്ന് നമുക്കറിയില്ല. കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് പ്രസിദ്ധനായ ഒരു കള്ളനുണ്ട്, വളരെ പ്രശസ്തനായ ഒരു കള്ളൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ എന്ത് കളവ് നടന്നാലും പോലീസുകാർ ആദ്യം അയാളുടെ വീട്ടിൽ വന്ന് അയാളെ പൊക്കിക്കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് 2 മർദ്ദനം കൊടുത്തിട്ടേ പിന്നെ വേറെ ആളെ തിരയുള്ളൂ. അത്രക്ക് പ്രശസ്തനായ കള്ളൻ. ഈ കള്ളൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ചില ആളുകളോട് പറഞ്ഞ അനുഭവമുണ്ട്. അദ്ദേഹം പറയാൻ, ഞാനും എൻ്റെ ജീവിതത്തിൽ കള്ളനാകാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാനൊരു പെരുങ്കള്ളനാകാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയായിരുന്നു എനിക്കൊരു ഡോക്ടർ ആവണം, എന്നിട്ട് ഇതൊക്കെ വെച്ച് ചെവിയില സ്കൂണാണ്ടറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പരിശോധിക്കണം എന്നൊക്കെ ഞാനും പറയായിരുന്നു. പക്ഷേ എന്നെ കള്ളനാക്കി മാറ്റിയത് എൻ്റെ ജീവിതത്തിൽ ഒരു സന്ദർഭമാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊത്ത് പുഴക്കരയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത ഇക്കാക്ക അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എടാ എൻ്റെ 25 പൈസ നീ എടുത്തണോ? എൻ്റെ 25 പൈസ നീ എടുത്തണോ? ഞാൻ ഇക്കാക്കാൻ്റെ മുഖത്തോക്കി പറഞ്ഞു, ഇല്ല ഞാൻ എടുത്തിട്ടില്ല ഇക്കാക്ക. 25 പൈസ എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര കാര്യമാണ്. അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ, ഈ കള്ളം മരിച്ചിട്ടോ, അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഞാൻ കണ്ടിട്ടില്ല. കിടക്കൻ്റെ അടിയിലോ കട്ടിലിൻ്റെ അടിയിലോ എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷെ എൻ്റെ ഇക്കാക്ക ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് എൻ്റെ വസ്ത്രം അഴിപ്പിച്ചു, ഉടുത്തിരിക്കുന്ന വസ്ത്രം മുഴുവൻ അഴിപ്പിച്ചു. എന്നിട്ട് എൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ മുഴുവൻ പരിശോധിച്ചു, ഞാൻ എവിടെയെങ്കിലും ഈ 25 പൈസ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന്. ആ സംഭവം കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ ഒരു വാശിയുണ്ടായി. എൻ്റെ ചങ്ങാതിമാരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ച എൻ്റെ ഇക്കാക്കാക്കും എൻ്റെ ഉമ്മാക്കും ഞാൻ പണി കൊടുക്കും, അവരോട് ഞാൻ പകരം വീട്ടും, അവരെ ഞാൻ അപമാനിക്കും. അവരെ അപമാനിക്കാൻ, അവരോടുള്ള വാശി തീർക്കാൻ വേണ്ടിയായിരുന്നു ആദ്യമായി ഞാൻ കട്ടത്. ആ കളവ് നാട്ടിൽ മുഴുവൻ പാട്ടായി. അതോടുകൂടി കള്ളൻ എന്ന പേര് എനിക്ക് വന്നു. ചെറുപ്രായത്തിൽ തന്നെ കള്ളൻ എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കാൻ തുടങ്ങി. പിന്നീട് ആ കള്ളനായി ഞാൻ മാറുകയായിരുന്നു. ജീവിതത്തിൽ കക്കാനും അതുപോലെ കളവ് നടത്താനും എനിക്ക് മനസ്സിൽ മടിയില്ലാതെയായി. ഒരുപാട് നാളുകൾ കഴിഞ്ഞു. ഞാൻ മാറി ചിന്തിച്ചു, പടച്ചോനെ ഞാൻ ചെയ്യുന്നത് എന്താണ്? ആരാന്റെ മുതൽ കട്ടെടുത്തിട്ട് നാളെ അള്ളാന്റെ മുന്നിൽ പോകും, ഇതൊക്കെ കൊണ്ടുപോണ്ടേ? അള്ളാന്റെ മുന്നിൽ ഇതിനൊക്കെ കണക്ക് പറയണ്ടേ? എന്താണ് ഇതിനൊരു പരിഹാരം? ഞാൻ അള്ളാന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു, കളവ് നിർത്തി നല്ല ജീവിതം നയിക്കാൻ തുടങ്ങി. ആ ഇടയിൽ എൻ്റെ നാട്ടിൽ, അന്നേരം എനിക്കൊരു കൗമാരപ്രായമായിരുന്നു, എൻ്റെ നാട്ടിൽ ഒരു കളവ് നടന്നു.
വല്ലാഹി സത്യം ഞാനായിരുന്നില്ല ആ കളവ് നടത്തിയത്. പക്ഷേ നാട്ടുകാരെ മുഴുവൻ എന്നെ പറഞ്ഞു കൊടുത്തു. ഞാനാണ് കട്ടതെന്ന് പറഞ്ഞു, ഞാനാണ് കള്ളനെന്ന് പറഞ്ഞു. നാട്ടിൽ അറിയപ്പെട്ട കളവ് മോഷണക്കാരൻ ഞാനാണെന്ന് പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തു. ചെയ്യാത്ത കുറ്റത്തിന് അവരെന്നെ മർദ്ദിക്കുകയും എന്നെ അപമാനിക്കുകയും ചെയ്തു. അതോടുകൂടി ഞാൻ ജീവിതത്തിൽ തീരുമാനിച്ചു, ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞു, പടച്ചോനെ, ചെയ്യാത്ത കുറ്റത്തിന് ഇവരെന്നെ അപമാനിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി കളവ് നിർത്തില്ല, ഞാൻ തനി കള്ളനാകാൻ പോകുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ കളവുകൾ നടത്തുമ്പോഴും എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ആ ജില്ല മൊത്തം അറിയപ്പെട്ട ഒരു വലിയ കള്ളനായി ഞാൻ മാറി. ഇന്ന് ഞാൻ കളവ് നിർത്തിയിട്ട് വർഷങ്ങളായി. വയസ്സായ ആ കള്ളം പറയാൻ ഇന്ന് ഞാൻ കളവ് നിർത്തിയിട്ട് വർഷങ്ങളായി. എന്നാലും ഞാൻ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ വാപ്പാന്റെ വിരൽ തലപ്പ് പിടിച്ച് നടന്നു പോകുന്ന കുട്ടികൾക്ക് വാപ്പമാര് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പറയും, കണ്ടോ, അതാണ് വലിയ കള്ളൻ, മോനെ നീ അവനെ പോലെ ആകരുതേ എന്ന് വാപ്പമാര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കള്ളനായി കാണിച്ചു കൊടുക്കുന്ന എന്നെ നാളെ മഹ്ശറയിലെത്തിയാൽ പടച്ച തമ്പുരാന്റെ മുന്നിൽ ഞാൻ പറയും, റബ്ബേ, ഞാനൊരു കള്ളനാകാൻ ഉദ്ദേശിച്ചിട്ടില്ല, നല്ലൊരു മനസ്സും നല്ലൊരു ഹൃദയവും നീ എനിക്ക് തന്നിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി എൻ്റെ മനസ്സിലേൽപ്പിച്ച മുറിവ്, എൻ്റെ ഇക്കാക്ക എനിക്ക് തന്ന ആ സമ്മാനം, അതായിരുന്നു ജീവിതത്തിൽ കരകയറാനാകാത്ത കള്ളത്തരത്തിന്റെ മോഷണത്തിന്റെ പാതാളത്തിലേക്ക് എന്നെ തള്ളിയിട്ടത് റബ്ബേ. അതുകൊണ്ട് എന്നെ ഇക്കാക്കാന് വെറുതെ വിടരുതേ അല്ലാ എന്ന് നാളെ മഹ്ശറ എന്നൊരു കോടതിയുണ്ടെങ്കിൽ എൻ്റെ പടച്ച തമ്പുരാന്റെ മുന്നിൽ ഞാൻ പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഈ കള്ളൻ ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു വാക്ക് കൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട് മനസ്സിനൊരു മുറിവേറ്റപ്പോ ആ മുറിവ് എത്രമാത്രം അപകടകരമായി. നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ കൂട്ടുകാരുടെ മനസ്സിൽ മുറിവുണ്ടാക്കുന്ന സംസാരം നമ്മുടെ പക്കൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ആ കൂട്ടുകാരൻ ആ ഒരു വാക്കുകൊണ്ട് ജീവിതം മാറ്റിക്കഴിഞ്ഞാൽ മരണം വരെ നമ്മൾ എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പെടുത്താലും എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഇടത് ഭാഗത്ത് കൂടി വരും നമ്മൾ ആ ചെയ്ത കുറ്റം. നമുക്കറിയില്ല. എനിക്കൊരു അനുഭവം ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു നിഖിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം ഇങ്ങനെ കഴുകുക. പാത്രം കഴുകുമ്പോൾ അവൻ ആ സമയത്ത് കളിക്കാൻ പോകും. ഓടി വന്നിട്ട് തട്ടി മാറ്റിയിട്ട്, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയൊന്നല്ല, നല്ല സുഹൃത്തുക്കളാണ്, തട്ടി മാറ്റിയിട്ട് അവൻ്റെ കൈയും കഴുകി ഓടുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്ത് മര്യാദകളാണ്, ഞാൻ പാത്രം കഴിയുന്ന കാണില്ലേ? അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയിട്ട് ചുണ്ടിങ്ങനെ ഒന്നിട്ട് കൊഞ്ഞനം കുത്തി, ഒരു പ്രത്യേക സ്റ്റൈലിൽ മോന്തയാക്കിയിട്ട് കൊഞ്ഞനം കുത്തി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പോക്കാച്ചി എന്ന് വിളിക്കാനാണ്. ആ മുഖത്തിന്റെ കോലം കണ്ടപ്പോൾ പോക്കാച്ചി എന്ന് വിളിക്കാനാണ് തോന്നി. അതുപോലെ വിളിച്ചു. പക്ഷേ അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ പിന്നെ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന സമയം ആകുമ്പോഴേക്കും അവൻ്റെ പേര് ഓർമ്മയില്ലാതായി. അതായത് നിഖിലിനെ വിളിച്ചാൽ അവൻ കേൾക്കൂല. നോക്കണമെങ്കിൽ പോക്കാച്ചി എന്ന് വിളിക്കണം. എത്രത്തോളം അവൻ നല്ലോണം പാട്ട് പാടുന്നൊരു കുട്ടിയായിരുന്നു. യുവജനോത്സവത്തിൽ അവൻ്റെ ചെസ് നമ്പർ വിളിച്ച് പിന്നെ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് മറ്റു കുട്ടികൾ മുഴുവൻ കൈകെട്ടിയിട്ട് പോക്കാച്ചി ഇത് പാട്ട് പാടുക. ഇത് അറിയാതെ ഒരു സന്ദർഭത്തിൽ വിളിച്ചു പോയൊരു വിളി അവൻ്റെ ജീവിതത്തിൽ എത്രമാത്രം മുറിവുകൾ ഉണ്ടാക്കി, എത്രമാത്രം കുഴപ്പങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ കൂട്ടുകാരെ വേണ്ടാത്തൊരു പേര് വിളിക്കുമ്പോൾ, വേണ്ടാത്തൊരു പ്രയോഗം നടത്തുന്ന സമയത്ത് ആ പ്രയോഗം എത്രമാത്രം പ്രത്യാഘാതം ഉണ്ടാക്കും നമുക്കറിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. എന്നിട്ട് അല്ലാഹ് പറയാൻ, കുഴപ്പത്തിന്റെ തകരാറിന്റെ പേരുകൾ വിശ്വാസത്തിന് ശേഷം എത്രയോ മോശാണ്, വെടക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. ഇവിടെ ഫാസിഖ് എന്ന, ഫുസൂഖ് എന്ന പദം ഉപയോഗിച്ചല്ലോ. എല്ലാ സ്കൂളിലും എല്ലാ ക്യാമ്പസുകളിലും ഒരു ഫാസിഖ് ഉണ്ടാവും. ആദ്യമായിട്ട് കഞ്ചാവ് അടിക്കുന്ന ഒരുത്തനുണ്ടാവും, ആദ്യമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരുത്തനുണ്ടാവും. നിങ്ങൾക്കറിയോ, സ്കൂളിൽ ഉമ്മ പൈസ തരാൻ മറന്നിട്ട് ഉച്ച സമയത്ത് ലഞ്ച് ബ്രേക്കിന് ബെല്ലടിച്ചപ്പോൾ വിശന്ന് വയറ് കാളാ. എന്നിട്ട് ബാക്കിലിരിക്കുന്ന ബെഞ്ചാര കയ്യിൽ കുറേ പൈസ ഉണ്ടെന്നറിയാം. ബാക്കിലിരിക്കുന്ന ബെഞ്ചാരെടുത്ത് പോയിട്ട് ചോദിക്കാണ്, എടാ ഒരു 20 ഉറുപ്പ്യ കടം തരോ, വിശന്നിട്ട് വയ്യ, ഉമ്മ ഇന്ന് പൈസ തരാൻ മറന്നുപോയി എന്ന് ചോദിച്ചാൽ സ്വതസിദ്ധമായി സ്വീകരിച്ചിട്ടുള്ള കുറേ തെറികൾ അവർക്ക് പറയാനുണ്ടാവും. ആ തെറികൾ മുഴുവൻ പറഞ്ഞിട്ട് അവർ പിരിച്ചുവിടും. എന്നാലോ ഒരു ദിവസങ്ങൾ വെറുതെ പോയിട്ട് ആ ബെഞ്ചാരോട് ചോദിക്കാണ്, എന്ത് എടാ ഒരു കുറേ നാളെ നിങ്ങൾക്ക് ഇങ്ങനെ വലിക്കണ്ടല്ലോ, എനിക്കൊന്നും ഒരു സിഗരറ്റ് വലിക്കാൻ പൂതി തുടങ്ങിയിട്ട് കുറച്ച് നാളായി, ഒരു 5 ഉറുപ്പ്യ തരുമോ?
20 എടുത്ത് തരും കയ്യിൽ. അല്ലെങ്കിൽ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് അവർ വലിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോയി കത്തിച്ചിട്ട് വായിൽ വെച്ച് തരും. ഇത് ഫാസിഖുകളുടെ ഒരു സ്വഭാവമാണ്. ശരിയല്ലേ? ശരിയല്ലേ? കള്ളുകുടിയന്മാര് തമ്മിൽ എന്തൊരു ഐക്യാണ്! കള്ളുകുടിയന്മാര് തമ്മിലുള്ള ഐക്യം കണ്ടിട്ടില്ലേ? കേരളത്തിൽ എവിടെ ക്യൂ നിന്നാലും കുഴപ്പ. റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ക്യൂ നിൽക്കായിരിക്കും. ട്രെയിൻ വരാനൊരു 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. വലിയ ക്യൂവിന്റെ അവസാനത്ത് ഇങ്ങനെ ട്രെയിൻ കിട്ടോ ഇല്ലേ എന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ചില ബിരുദന്മാര് ഇങ്ങനെ പോയിട്ട് അപ്പുറത്തോ പോയിട്ട് ഇടക്കൂട്ട കൈയിട്ടിട്ട് ഒരു 2 ടിക്കറ്റ് കോഴിക്കോടേക്ക് എന്ന് പറഞ്ഞെടുക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ വലിച്ചിട്ട് നീ ആരാടാ, അപ്പൊ നമ്മളൊക്കെ എന്തിനാ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് വലിച്ചു പറകിലാക്കും. പിന്നെ കച്ചറ, കുഴപ്പം. കേരളത്തിൽ എവിടെ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാകും. ഒറ്റ സ്ഥലത്ത് ഒഴിച്ചിട്ട്. അതെവിടെയാ? കള്ള് ഷാപ്പിന്റെ മുന്നിൽ. എന്തൊരു അച്ചടക്കാൻ! ഒരു കുഴപ്പമില്ലല്ലോ. കള്ളി ഷാപ്പിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ അച്ചടക്കം കണ്ടിട്ടുണ്ടോ? ഹെൽമെറ്റ് ഇട്ട് നിൽക്കുന്നുണ്ടാകും. ചൂടായിരിക്കും, വെയിലായിരിക്കും, പൊടിയായിരിക്കും, പ്രശ്നമായിരിക്കും. ഹിന്ദുക്കളുണ്ടാവും, മുസ്ലിങ്ങളുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും, കറുത്തോലുണ്ടാവും, വെളുത്തോലുണ്ടാവും, രാഷ്ട്രീയക്കാര്, വിവിധ പാർട്ടികളുണ്ടാവും. എന്നാലും എല്ലാവരും അച്ചടക്കത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് വരെ ചെയ്യാതെ അങ്ങനെ കാത്തിക്ക. അത് ശൈത്താന്റെ ഒരു പണിയാണ്. ഫാസിഖുകൾക്ക് പിശാചുണ്ടാക്കി കൊടുക്കുന്ന പ്രത്യേക ഒരു അച്ചടക്കാണ്. എൻ്റെ ചില കൂട്ടുകാര്, സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന കൂട്ടുകാരോട് എന്താടാ ഒന്ന് നിർത്തിക്കൂടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, മോനെ നിനക്കറിയില്ല ഇതിന്റെ സുഖം നിനക്കറിയില്ല. ഒന്നിച്ച് കള്ള് കുടിച്ചു കഴിഞ്ഞാൽ കമ്പനി ടൈറ്റ് ആവുന്ന പറഞ്ഞു. അതായത് സുഹൃത്ത് ബന്ധം ഒന്നുകൂടി ദൃഢമാകും. ഭയങ്കര ബന്ധമായിരിക്കും അത്രേ. ഈ ഒരുമിച്ച് കുടിക്കുന്ന കുട്ടികൾക്ക്, ഒരുമിച്ച് വലിക്കുന്ന കുട്ടികൾക്ക്, ഒരുമിച്ച് കഞ്ചാവ് അടിക്കുന്ന കുട്ടികൾക്കൊക്കെ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും അത്ര. ഈ സ്നേഹം ആരുണ്ടാക്കുന്നതാ? ശരിയല്ലേ? ഒരു വല്ലാത്തൊരു മാനസിക ബന്ധം. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം അല്ലെ? ആ ഫാസിഖ്, ആ നേതാവിനോട് പ്രത്യേക ഒരു ബഹുമാനം എല്ലാ കോളേജിലും ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് ഇയർ വരുമ്പോ, ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഫസ്റ്റ് ഇയർ വരുമ്പോ റാഗിങ്ങിന് ആദ്യമായിട്ട് പോകുന്ന ചെക്കന്മാരുണ്ടാവില്ലേ? ആദ്യമായിട്ട് മുന്നിലുണ്ടാവും. പാട്ട് പാടിക്കാനും ഡാൻസ് കളിപ്പിക്കാനും വസ്ത്രം ഉരിക്കാനൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു ശൈത്താൻ ഉണ്ടാവും. അത് മിക്കവാറും പണ്ടത്തെ കാലത്തിനനുസരിച്ചിട്ടാണെങ്കിൽ ബാക്ക് ബെഞ്ചുകാരായിരിക്കും. മാഷന്മാര് സാധാരണ ഈ ബെഞ്ചിനനുസരിച്ച് സൈക്കോളജി പറയാറുണ്ട്. പണ്ടത്തെ മാഷന്മാർ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുത്തലൊക്കെയാണ്, അല്ലാവാലോ. പക്ഷെ പണ്ട് ഓരോ ബെഞ്ചിനും ഓരോ അർത്ഥമാണ്. മുന്നിലിരിക്കുന്ന ബെഞ്ചുകാര് ഭയങ്കര പഠിപ്പിസ്റ്റുകളായിരിക്കും. അവരിങ്ങനെ മാഷിനെ മാത്രം ശ്രദ്ധിക്കും, മാഷ് പറയുന്നത് മാത്രം കേൾക്കും. ക്ലാസിന്റെ പുറത്തൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും? ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് നല്ലൊരു ജീവിതം നയിക്കും. രണ്ടാമത്തെ ബെഞ്ചുകാര് കുറച്ച് ഇവിടെയും നോക്കും, കുറച്ച് പുറത്തും നോക്കും. മാഷ് പറയണത് അവർക്കറിയണം, പുറത്ത് നടക്കുന്നത് എന്താണെന്നും അവർക്കറിയണം. അവരെന്താവും? IAS കാരും IPS കാരുമായിട്ട് മുന്നിലിരിക്കുന്ന ബെഞ്ചുകാരെ ഭരിക്കും. മൂന്നാമത്തെ ബെഞ്ചുകാരോ, അവർക്ക് ടീച്ചർ പറയുന്നതിനെ കുറിച്ച് യാതൊരു ബോധം ഉണ്ടാവില്ല. ടീച്ചർ എന്താ പറയണത്, എന്താ ക്ലാസ് എടുക്കുന്നത്, നോ ഐഡിയ. പക്ഷേ പുറത്ത് നടക്കുന്നതൊക്കെ അവർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. എല്ലാം അറിയാം അവർക്ക്. എന്താണ് പുറത്ത് നടക്കുന്നത്, എന്ത് പ്രശ്നമാണ്. അവരെന്താവും? രാഷ്ട്രീയക്കാരായിട്ട് ഈ മുന്നിലുള്ള 2 ബെഞ്ചുകാരെയും ഭരിക്കും. ഇനി നാലാമതൊരു ബെഞ്ചുകാരുണ്ട്. അവർക്ക് ക്ലാസ്സിലും ശ്രദ്ധയില്ല, പുറത്തും ശ്രദ്ധയില്ല. അവർക്ക് എവിടെയാണ് ശ്രദ്ധ? താഴോട്ട്. അവര് അണ്ടർ വേൾഡ് നൊട്ടോറിയസ് ക്രിമിനലുകളായിട്ട് മുന്നിലിരിക്കുന്ന 3 ബെഞ്ചുകാരെയും ഭരിക്കും. ഇത് ശരിയല്ലേ? പല സ്കൂളുകളിലും ബാക്ക് ബെഞ്ചുകാരുടെ സ്വഭാവം മുന്നിലിരിക്കുന്ന ബെഞ്ചുകാരെ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കി ഒറ്റയടിയ, ഒരു കാരണവും വേണ്ട. പക്ഷെ പ്രതികരിക്കുവോ? ഇല്ല. ഇത് ഫാസിഖുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഫുസൂഖ് എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട സ്വഭാവം, ഏറ്റവും നാറിപ്പൊളിച്ച സ്വഭാവം ഫാസിഖിന്റെ സ്വഭാവം അല്ലേ? വല്ലാത്തൊരു. എന്നാൽ വേറൊരു ബെഞ്ചുകാരും കൂടിയുണ്ട്, സൈഡ് ബെഞ്ചുകാര്. അവര് എവിടേക്കാ ശ്രദ്ധിക്കുക? ടീച്ചറെയും നോക്കൂല, പുറത്തും നോക്കൂല, താഴെയും നോക്കൂല. അവരാരെയാണ് നോക്കുക? അവർ ഈ 4 ബെഞ്ചുകാരെ നോക്കും. അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്? അവരാരെന്നറിയോ? ആരാ? നിങ്ങൾക്ക് പറയാൻ പറ്റും അവരാരാണ്? മാധ്യമക്കാര്. അവരെല്ലാവർക്കും പേടിയാ. അവരാരും ഭരിക്കൊന്നുമില്ല, പക്ഷേ അവരെല്ലാവർക്കും പേടിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, സ്കൂളിൽ ഏത് കോളേജിലായാലും സ്കൂളിലായാലും ഏത് കുഴപ്പത്തിനും ചുക്കാൻ പിടിക്കുന്ന, ഏത് കുഴപ്പത്തിനും മാധ്യമം എഴുന്നേറ്റ് നിൽക്കുന്ന, മാഷ ചീത്ത പറയാനായാലും ടീച്ചറെ ചീത്ത പറയാനായാലും സ്കൂളിൽ വേറൊരു ഗാങ്ങുമായിട്ട് തല്ലുണ്ടാക്കാനായാലും എന്ത് പ്രശ്നത്തിലായാലും ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടാകും. ആ ആളുകളെ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പാണ്. പടച്ച തമ്പുരാന് അങ്ങനെയുള്ള മനുഷ്യന്മാരെ ഏറ്റവും വെറുപ്പാണ്. കാരണം
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം നമുക്കറിയാലോ. സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി. ബനു ഹാഷിം കുടുംബത്തെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഈ സഫയുടെ ഇപ്പുറത്ത് നിന്ന് ഒരു വലിയ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ അത് വിശ്വസിക്കോ? ആ കൂടി നിൽക്കുന്ന ആളുകൾ മുഴുവൻ തിരിച്ചു ചോദിച്ചു, അതെന്താ മുഹമ്മദെ വിശ്വസിക്കാതെ? താങ്കൾ ഇതുവരെ കളവ് പറഞ്ഞതായി ഞങ്ങൾക്കറിയില്ല, വഞ്ചിച്ചതായി ഞങ്ങൾക്കറിയില്ല, പിന്നെ എങ്ങനെയാ ഞങ്ങൾ വിശ്വസിക്കാതിരിക്കുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു, എന്നാൽ ഞാനൊരു വലിയ സത്യം പറയാൻ പോകുകയാണ്, വലിയൊരു വസ്തുത ഞാൻ പറയാൻ പോകുകയാണ്. നിങ്ങൾ ആരാധിക്കുന്ന ലാത്തയും മുസ്സയും മനാത്തയും ഹബലയും എല്ലാം കള്ളത്തരമാണ്. അവർക്കൊന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയില്ല, നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഏകനായ അല്ലാഹനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നാര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്തായിരുന്നു പ്രതികരണം? ആ സദസ്സിൽ നിന്ന് എന്തായിരുന്നു പ്രതികരണം? ചരിത്രം പറയുന്നു, പിൻ പോയിന്റ് സൈലൻസ് ആയിരുന്നു. ആരും ഒന്നും മിണ്ടിയിട്ടില്ല, ആർക്കും ഒന്നും ഉരിയാടാനും കഴിയില്ല, ആരും ഒന്നും പറയണില്ല. കാരണം പറയുന്നത് മുഹമ്മദാണ്. സത്യം ആവാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. കള്ളം അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിനെതിരെ ഒരു വാക്ക് പറയാൻ ഞാനില്ല എന്ന് ഓരോ വ്യക്തിയുടെ മനസ്സും പറഞ്ഞു. ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഒരു ശബ്ദം വന്നു. ആ പിൻ പോയിന്റ് സൈലൻസിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു ശബ്ദം വന്നു. തബ്ബല്ലക യാ മുഹമ്മദ്, നീ നശിച്ചു പോകട്ടെ മുഹമ്മദേ, നാശമടയട്ടെ മുഹമ്മദ് നീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. ആരുടേതായിരുന്നു ആ ശബ്ദം? അബൂലഹബിന്റെ ശബ്ദം അല്ലേ? അതായത് ആദ്യമായി ഫാസിഖിന്റെ സ്വഭാവം കാണിച്ച അബൂലഹബിന്റെ ശബ്ദം. അബൂലഹബിന് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്താ? അബൂലഹബിന് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്താ? تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിനെ ശപിച്ചിരിക്കുകയാണ്. അബൂലഹബിന്റെ 2 കൈകളും നശിച്ചു പോകട്ടെ, അവന്റെ ഭാര്യയും നശിക്കട്ടെ, അവരെ നരകത്തിലാണ്, കത്തിയാളുന്ന നരകത്തിലേക്ക് അവരെ എന്താ അബൂലഹബ് ചെയ്ത തെറ്റ്? ആദ്യമായി ഫാസിഖിന്റെ സ്വഭാവം കാണിച്ചു. ഒരു തെറ്റ് ചെയ്യാൻ ആദ്യമായി എഴുന്നേറ്റ് നിന്നു അല്ലെ? അതുകൊണ്ട് അബൂലഹബിന്റെ അന്ത്യം എങ്ങനെയാ ചരിത്രം പരിചയപ്പെടുത്തുന്നത്? അബൂലഹബിന് ആ പേര് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അയാളുടെ ഗ്ലാമർ കൊണ്ടാ. അബൂലഹബിന് അബൂലഹബി എന്ന ലഹബ് എന്നാൽ കത്തിജ്വലിക്കുന്ന എന്നർത്ഥം. ആ ഗ്ലാമർ കൊണ്ട് നാട്ടുകാരിട്ട പേരാണ്. ദൂരത്തുനിന്ന് വരുമ്പോൾ തന്നെ എല്ലാവരും അബൂലഹബിനെ നോക്കും. കാരണം അത്രക്ക് ഗ്ലാമർ ആയിരുന്നു, അത്രക്ക് സുന്ദരനായിരുന്നു, അത്രക്ക് മസിൽ പവറും കാണാൻ നല്ല ആരോഗ്യ ദൃഢഗാത്രനും ബോഡി മാനക്കായ അബൂലഹബ് മരിച്ചത് എങ്ങനെയാണെന്ന് ചരിത്രം പറയുന്നു. അബൂലഹബിന്റെ ശരീരത്തിൽ ഒരു വ്രണം ഉണ്ടായി. ആ വ്രണം അത് വീർക്കാൻ തുടങ്ങി, എന്നിട്ടത് പൊട്ടി. അത് പിന്നെ അരികത്തൂടെ പോകുന്ന ആളുകൾക്ക് മുഴുവൻ ആ വ്രണത്തിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവാൻ തുടങ്ങി. ആളുകൾ അബൂലഹബിനെ അകറ്റാൻ തുടങ്ങി. സ്ഥിരമായിട്ട് കണ്ട ബഹുമാനിച്ചിരുന്ന ആളുകൾ അബൂലഹബ് ദൂരത്തുനിന്ന് വരുമ്പോൾ തന്നെ ഓടി മാറാൻ തുടങ്ങി, ഓടി മറയാൻ തുടങ്ങി. അവസാനം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ വെറുപ്പായി. ഈ പുണ്ണ് വർദ്ധിച്ച് വർദ്ധിച്ച് ശരീരമാസകലം വ്യാപിച്ച് വല്ലാത്ത ദുർഗന്ധമായി. അവസാനം ചരിത്രം പറയുന്നു, അബൂലഹബിനെ വലിയ കോലുകൊണ്ട് ചില്ലിയെടുത്ത് അനങ്ങാൻ കഴിയാതെ പുഴുത്ത് നാറി നരകിക്കുന്ന അബൂലഹബിനെ കോലുകൊണ്ട് ചില്ലി ആരും എത്താത്ത വിജനപ്രദേശത്തേക്ക് വലിച്ചെറിയുകയും ഒരാളുടെ പോലും സാന്ത്വനമില്ലാതെ, ഒരാളുടെ പോലും സിമ്പതിയില്ലാതെ, തൊണ്ട വരണ്ട് ദാഹിച്ച് ഒരു പേപ്പട്ടിക്ക് ലഭിക്കുന്ന പരിഗണന പോലും ലഭിക്കാതെ ദാഹിച്ച് തൊണ്ട പൊട്ടി ചോര ഛർദ്ദിച്ചുകൊണ്ട് അബൂലഹബ് മരിച്ചോ എന്നാണ് ചരിത്രം പറയുന്നത്. അള്ളാന്റെ ശാപം. അബൂലഹബ് ചെയ്ത തെറ്റെന്താ? അബൂലഹബ് ചെയ്ത തെറ്റെന്താ? ഒരു അധാർമികതയ്ക്ക് കടിഞ്ഞാൻ പിടിച്ചു. ആൺകുട്ടികളെ പലപ്പോഴും നമുക്ക് വലിയ വലിയ ക്രെഡിറ്റുകൾ ലഭിക്കാറുണ്ട് അല്ലെ? നമുക്കുറിച്ച് ഓൻ വലിയ കളിക്കാരനാ, ഓനോട് കളിക്കാൻ നിൽക്കണ്ട, ഓനോട് കളിച്ചാൽ എത്തൂല എന്നൊക്കെ നമ്മുടെ കൂട്ടുകാർ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. പക്ഷേ നമ്മുടെ അന്ത്യം ഈ രൂപത്തിലാണെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ കൂട്ടുകാരെങ്കിലും ഉണ്ടാവോ? ഈ പറഞ്ഞ കൂട്ടുകാരെങ്കിലും ഉണ്ടാവോ? നാളെ മാശറയിൽ അള്ളാഹുവിന്റെ മുന്നിൽ ചില കൂട്ടുകാര് തമ്മിൽ ഷണ്ട കൂടുമെന്നാണ്, ചില കൂട്ടുകാര് തമ്മിൽ അടികൂടുമെന്നാണ്. എന്താ കൂട്ടുകാര് തമ്മിൽ പറയുക? യാ വൈലതാ ലൈതനി
ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ യാ വൈലതാ ലൈതനി, അല്ലാഹുവേ ഞാൻ ആയിരുന്നില്ല എങ്കിൽ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഈ വൃത്തികെട്ടവനെ ഞാൻ എൻ്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, ഈ നാശം പിടിച്ചവനെ ഞാൻ എൻ്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന, അള്ളാനെ ഓർത്തുകൊണ്ട് ജീവിച്ചിരുന്ന, ഉമ്മയും വാപ്പയും പറഞ്ഞതനുസരിച്ച് ജീവിച്ചിരുന്ന എന്നെ ഒന്നുമല്ലാത്ത കോലത്തിലേക്ക് കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും സിഗരറ്റിന്റെയും മദ്യപാനത്തിന്റെയും സിനിമയുടെയും മായാക്കയത്തിലേക്ക് വലിച്ചിഴച്ച് റബ്ബേ ഇന്നിന്റെ ലോകത്ത് ഒന്നുമല്ലാത്ത കോലത്തിലേക്ക്, തോറ്റുപോയവരുടെ കോലത്തിലേക്ക്, പരാജയപ്പെട്ടു പോയ മനുഷ്യരുടെ അവസ്ഥയിലേക്ക് എന്നെ വലിച്ചിഴച്ചവൻ ഇവനാണ് റബ്ബേ. അതുകൊണ്ട് ഇവനെ നീ ഇരട്ടി ശിക്ഷ നൽകണേ അല്ലാ എന്ന് നാളെ മഹ്ശറയിൽ വെച്ച് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കലഹിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സുഹൃത്ത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ വല്ലാത്തൊരു സംഗതിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക ആരുമായിട്ടായിരിക്കും? കൂട്ടുകാരായിട്ടായിരിക്കും. 10ാം ക്ലാസ്സിലും +1 പഠിക്കുന്ന കുട്ടികൾ വീട്ടിലേക്ക് വന്നാൽ മൊരട്ട് സ്വഭാവമായിരിക്കും, വല്ലാത്തൊരു മൊരട്ട് സ്വഭാവമായിരിക്കും അല്ലെ? എന്താ കാരണം? അവർക്ക് ഏറ്റവും വലുത് കൂട്ടുകാരാണ്. അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൂട്ടുകാരെയാണ്. എല്ലാം തുറന്നു പറയുക കൂട്ടുകാരെയാണ്. ഒരു പെണ്ണിനെ ആദ്യമായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ആൺകുട്ടി പോയിട്ട് എവിടെയാണ് പറയാ? ഉമ്മാന്റെ അടുത്ത് പറയോ, ഉമ്മ കോളേജ് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വാപ്പാന്റെ അടുത്ത് പറയോ? പറഞ്ഞാൽ പിന്നെ വിവരം അറിയും. ആരുടെ അടുത്താ പറയാ? കൂട്ടുകാരൻ്റെ അടുത്ത്. കൂട്ടുകാരൻ്റെ അടുത്ത് പറയും, പിന്നെ വാട്സപ്പിലെ സ്റ്റാറ്റസിനൊക്കെ മാറ്റം വരാൻ തുടങ്ങും അല്ലെ? ഇങ്ങനെയാണ് ആദ്യം അടയാളങ്ങൾ കാണിക്കുക. ഇപ്പൊ എന്തും പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൂട്ടുകാർ. നല്ലതിന് തീരെ സഹകരിക്കൂല. അതായത് +2 റിസൾട്ട് ഒന്ന് നേരിക്കാം, എല്ലാ വിഷയത്തിലും A+ ആണ്. അപ്പോ ഉമ്മാന്റെ അടുത്ത് പോയി. ഉമ്മ പറയും, മോളെ നന്നായി, സന്തോഷമായി ഉമ്മാക്ക്, നീ പഠിക്കാണ്ടിരിക്കുമ്പോൾ നല്ല ബേജാറുണ്ടായിരുന്നു, ഇപ്പൊ സന്തോഷമായി മോളെ. ഉപ്പാന്റെ അടുത്ത് കൊണ്ടുപോയി, മാഷാ അല്ലാഹ് വെരി ഗുഡ് എന്ന് പറയും. ഇക്കാക്കാന്റെ അടുത്ത് കൊണ്ടുപോയി, മാഷാ അല്ലാഹ് കൺഗ്രാറ്റുലേഷൻസ്, ഇനിയും പഠിക്കണം, നല്ലോണം പഠിക്കണം, എല്ലാരെ കട്ടി മുന്നിലെത്തണം, എല്ലാവരുടെ കൂട്ടുകാരുടെ അടുത്ത് പോയി പറയും, എടി ചതിച്ചി, എടാ ചതിയാ, നീ ഇത്ര മാർക്ക് വാങ്ങിച്ചല്ലേ എന്നായിരിക്കും പ്രതികരണം അല്ലേ? എന്നായിരിക്കും പ്രതികരണം. അത് കൂട്ടുകാർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു സ്വഭാവം. എന്നാലോ മാർക്ക് കുറഞ്ഞിട്ട് പോയാലോ, ഓ സാരില്ലടാ, കുഴപ്പമില്ല, എനിക്കും മാർക്ക് കുറവാണ്, എനിക്കും തീരെ മാർക്കില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കൊന്നും വേണ്ട. ഇത് കൂട്ടുകാരുടെ ഒരു സ്വഭാവമാണ്. എന്ത് വേണ്ടാത്തരത്തിനും കൂടെ ഉണ്ടാവും, എന്ത് വേണ്ടാത്തരത്തിനുണ്ടാവും. ഒരു പുതിയ സിനിമ റിലീസായാൽ, എടാ നമുക്ക് പോണ്ടേ, എൻ്റെ അടുത്ത് പൈസ ഇല്ല, പൈസ എൻ്റെ അടുത്ത് ഉണ്ടടാ, നീ എന്തിനാ പഠിക്കണേ, ഞാൻ എടുത്തോളാം നിന്റെ ടിക്കറ്റ്, വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാൻ ആരുണ്ടാകുക? കൂട്ടുകാരനെ ഉണ്ടാകുക. ആദ്യമായിട്ട് പെണ്ണിന്റെ അടുത്ത് പോയിട്ട് പ്രേമം പറയാൻ ആരുണ്ടാകുക? എന്ത് ത്യാഗം സഹിച്ചിട്ടും അതൊക്കെ ചെയ്യും, അതൊക്കെ പ്രവർത്തിച്ചു കൊടുക്കും അല്ലേ? സുബ്ഹാനല്ലാഹ്. ആ കൂട്ടുകെട്ട് ഫാസിക്കിന്റെ കൂടെയായാൽ സർവനാശമായിരിക്കും ഫലം, സർവനാശം. മരണത്തിന്റെ സമയത്ത്, കൈകാലിട്ടടിക്കുന്ന സമയത്ത് ഭീകരമായ പല രംഗങ്ങളും നമ്മൾ കാണേണ്ടി വരും. അടുത്ത് നടന്ന പഠനം, ആ പഠനം പറയുന്നത് കൗമാരക്കാരിൽ 98% വേണ്ടാത്ത വീഡിയോകൾ കണ്ടവരാണ്. വേണ്ടാത്ത വീഡിയോകൾ അല്ലെ? മൊബൈൽ ഫോണിൽ എല്ലാം കിട്ടും, എല്ലാം കാണാൻ കഴിയും. കാണുക മാത്രമല്ല, കൂട്ടുകാരൻ അയച്ചു കൊടുക്കുകയും അവനെ കൊണ്ട് കാണിപ്പിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട സ്വഭാവം. സുബ്ഹാനല്ലാഹ്. ഒരു യുവാവ്, ഒരു കഥ, ഒരു സംഭവം നിങ്ങൾ ശരിക്കും ഓർത്തു വെക്കണം എപ്പോഴും ജീവിതത്തിൽ. അയാൾക്കൊരു ഓഫർ വന്നു. ഓഫർ എന്താണെന്ന് വെച്ചാൽ $500 കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോസ് എന്ത് ചെയ്യും? പുതിയ പുതിയ വീഡിയോസ് എല്ലാ ദിവസവും മെയിലിലേക്ക് വന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ വീഡിയോകൾ മെയിലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അയാളത് സബ്സ്ക്രൈബ് ചെയ്തു. അയാൾ തൻ്റെ ഏകദേശം ഒരു 100 കൂട്ടുകാർക്ക് കിട്ടുന്ന രൂപത്തിൽ അത് ഓട്ടോ ഫോർവേഡ് സിസ്റ്റത്തിലാക്കി വെച്ചു. അതായത് ഇയാളുടെ മെയിൽ ഐ ഡിയിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ ഈ കൂട്ടുകാർക്ക് മുഴുവൻ അത് കിട്ടും. കാരണം അവരെല്ലാം മേടിക്കണ്ടല്ലോ, അവർക്കെല്ലാം $500 സ്നേഹാണ്, ബന്ധാണ്, കൂട്ടുകാർ തമ്മിലുള്ള ബന്ധാണ്. എന്നിട്ട് ഈ കൂട്ടുകാർക്ക് മുഴുവൻ ഇത് ഇവന്റെ അക്കൗണ്ടിലേക്ക് വരേണ്ട താമസം അവർക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോർവേഡ് ആവും. ഇത് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച, ഏകദേശം വർഷങ്ങളോളമുള്ള സബ്സ്ക്രിപ്ഷനാണ് ഇവൻ ചെയ്തത്. ഇത് ചെയ്തിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഇവൻ മരിച്ചു.
ഈ യുവാവ് മരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വർഷങ്ങളോളം ഇവന്റെ ഐഡിയയിലേക്ക് വരുന്ന ഈ വീഡിയോകൾ ഇവന്റെ കൂട്ടുകാരിലേക്ക് പോകുകയും ആ കൂട്ടുകാര് മുഴുവൻ കാണുന്ന മുഴുവൻ കുറ്റവും ഇവനിലേക്ക് വരികയും ചെയ്യും. എവിടെ? ഖബറിൽ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്ര ദുരന്താൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ? എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഇതെന്റെ കൂട്ടുകാരനൊന്ന് കണ്ടോട്ടെ. ഒരു കുട്ടി ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഒരു കുട്ടി മാത്രം സിഗരറ്റ് വലിക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ ഓന് കേൾക്കാൻ ഇനിയൊന്നും ബാക്കി ഉണ്ടാവില്ല. ഒറ്റ ദിവസം ഓൻ്റെ ഉമ്മാക്ക് ഉപ്പാക്ക് വിളിക്കാത്തൊരു ദിവസം ആ കൂട്ടുകാർക്കിടയിൽ ഉണ്ടാവില്ല. എല്ലാ ദിവസവും ഓൻ അങ്ങനെയാണ്, ഓൻ ഇങ്ങനെയാണ്. ഇനി ഓനെങ്ങാനും ഒരു ദിവസം സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയാൽ പിന്നെ അന്നത്തെ ദിവസം ആ കൂട്ടുകാർക്ക് മുഴുവൻ ആവേശമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അല്ലാഹ് പറയാ, വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ആര് പശ്ചാത്തപിക്കുന്നില്ലയോ അവൻ തന്നെയാകുന്നു അക്രമകാരി. ആരാണ് പശ്ചാത്തപിക്കാതിരിക്കുന്നത് അവൻ തന്നെയാകുന്നു അക്രമകാരി. ഇക്കൂട്ടത്തിൽ ഇപ്പറയുന്ന രീതിയിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നതിൻ്റെ അവസാനത്തെ ദിവസമായിരിക്കണം. എത്ര വലിയ പാപം നമ്മൾ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരും. അല്ലാഹുവിന്റെ അടുത്തേക്ക് നമുക്ക് ആക്സസ് ഉണ്ട്. അതൊരിക്കലും മുറിഞ്ഞു പോകുന്നില്ല. നമുക്കറിയാലോ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണം നമുക്കറിയില്ലേ? ഉഹുദ് യുദ്ധത്തിൽ, ബദർ യുദ്ധത്തിൽ ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീയുടെ വാപ്പാനെയും ഭർത്താവിനെയൊക്കെ ആങ്ങളെയൊക്കെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഹിന്ദ് ഒരു ശപഥം എടുക്കുകയാണ്, ഇനി ഹംസയുടെ രക്തം വാളിൽ പുരണ്ടിട്ടല്ലാതെ ഞാൻ എൻ്റെ മുടി കെട്ടുകയില്ല എന്നൊക്കെയുള്ള ശപഥമെടുക്കുക. എന്നിട്ട് ഉഹുദ് യുദ്ധത്തിൽ വഹ്ഷി എന്ന് പറയുന്ന അടിമയെ ഏൽപ്പിച്ചു. അടിമ ചാട്ടുളി പ്രയോഗത്തിലൂടെ ഹംസ റളിയല്ലാഹു അൻഹുവെ കൊന്നു. എന്നിട്ട് ആ ഉഹുദ് യുദ്ധത്തിൽ മരിച്ച സഹാബികളുടെ ശരീരം ഇങ്ങനെ കണ്ട് സന്തോഷിച്ച് നടക്കുക ഹിന്ദ്. അപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹു മരിച്ചിട്ട് കാണുന്നത്. ഹിന്ദ് വഹ്ഷിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ നെഞ്ചകം ഒന്ന് കുത്തിക്കേറ്. നെഞ്ചകം കുത്തിക്കേറി കൊടുത്തു. ആര്? അടിമ. എന്നിട്ട് ആ കരള് പറിച്ചെടുത്ത് കൊടുത്തു. ഹിന്ദ് ആ കരള് വാങ്ങിച്ചു, കടിച്ച് ചവച്ച് തുപ്പി. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കമഴ്ത്തി കിടത്തിക്കൊണ്ട് അവർ രണ്ടുപേരും സ്ഥലം വിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളിൽ ആരൊക്കെയാണ് വിട പറഞ്ഞത് എന്ന് കാണാൻ വേണ്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് കമിഴ്ന്ന് കിടക്കുന്ന തൻ്റെ പിതാമഹനെ കാണുന്നത്, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. റസൂൽ പറഞ്ഞു, ഞാനൊന്ന് കാണട്ടെ ഹംസയെ. മലർത്തിക്കെടുത്തു. അദ്ദേഹത്തിന്റെ മുഖം ഞാനൊന്ന് അവസാനമായി കാണട്ടെ. സഹാബികൾ പറഞ്ഞു, വേണ്ട റസൂൽ, കാണാൻ താങ്കൾക്ക് സാധ്യമല്ല, അത്രക്ക് ഭയാനകമാണ്. റസൂലുള്ള പറഞ്ഞു, എനിക്ക് കാണണം, എൻ്റെ പിതാമഹൻ അവസാനമായി എനിക്കൊന്ന് കാണണം, അദ്ദേഹത്തെ ഞാനൊന്ന് ദർശിക്കട്ടെ. അവസാനം റസൂലുള്ളാഹിന്റെ നിർബന്ധപ്രകാരം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം തിരിച്ചിട്ടപ്പോ കണ്ണ് പൊത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറകോട്ട് നോക്കി. ദേഷ്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപഥം ചെയ്തു, എനിക്കെങ്ങാനും മക്കയിൽ ആധിപത്യം കിട്ടിയാൽ 30ഓളം വരുന്ന ഖുറൈശി കൂട്ടത്തിലെ പ്രമാണിമാരുടെ ശരീരം ഇതുപോലെ ഞാൻ പിച്ച് ചെയ്തുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപഥം ചെയ്തു. കാരുണ്യത്തിന്റെ പ്രതീകമായ റസൂലിന്റെ ജീവിതത്തിൽ അത്യപൂർവമായി മാത്രമേ പ്രതികാരത്തിനുള്ള ശബ്ദമുണ്ടാകാറുള്ളൂ. അത്രക്ക് വേദനിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം, മനസ്സ്. എത്ര വലിയ തെറ്റാണ് ഹിന്ദ് ചെയ്തത്, എത്ര വലിയ തെറ്റാണ് വഹ്ഷി ചെയ്തത്. കാലങ്ങൾ കഴിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെങ്കോലും കിരീടവുമുള്ള മക്കയുടെ രാജാവായി മാറി. ഇന്ന് ഹിന്ദും വഹ്ഷിയും അബൂ സുഫിയാനുമെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രജകളാണ്. റസൂലിന്റെ ആജ്ഞ മാത്രമാണ് ഇന്ന് മക്കയിൽ നടപ്പാക്കുക. ആ സമയത്ത് റസൂലിന്റെ സദസ്സിലേക്ക് ഒരാൾ കടന്നു വന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചകം കുത്തിപ്പിളർന്ന്, വയറ് കുത്തിപ്പിളർന്നുകൊണ്ട് കരൾ പറിച്ചെടുത്തു കൊടുത്ത വഹ്ഷി എന്ന് പറയുന്ന മനുഷ്യൻ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് കടന്നു വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോൾ തന്നെ മുഖം തിരിച്ചു കളഞ്ഞു. സഹിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞുപോയ ആ രംഗങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. നബിക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുന്നില്ല, എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തു കൊടുക്കുന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അല്ലയോ പ്രവാചകരെ,
സുശരീരങ്ങളോട് അക്രമം കാണിച്ച എന്റെ അടിയാറുകളോട് പറഞ്ഞു കൊടുക്കുക നബിയേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകേണ്ട ആവശ്യമില്ല. അള്ളാന്റെ കാരുണ്യത്തിൽ ഒരിക്കലും തന്നെ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയം അല്ലാഹു പാപം മുഴുവൻ പൊറുക്കുന്നവനാണ്. ഇതല്ലാന്റെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വേദന കടിച്ചമർത്തി തലതിരിച്ചപ്പോൾ അല്ലാഹ് പറഞ്ഞു കൊടുക്കാണ്, അള്ളാന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ, പാപം ചെയ്തവരുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യുക, ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല. സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ മനസ്സിൽ ഉറച്ച തീരുമാനം എടുക്കുക, ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ സിഗരറ്റ് വലിയില്ല. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ കഞ്ചാവില്ല. കൂട്ടത്തിൽ കഞ്ചാവ് അടിക്കുന്നവരുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാട്സപ്പിൽ പെൺകുട്ടികളും ആൺകുട്ടികളുമായി ചാറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇന്ന് തീരുമാനമെടുക്കുക, ഇന്നു മുതൽ അങ്ങനെ ഒരു സംഗതി എൻ്റെ ജീവിതത്തിലില്ല. ഒരുപാട് വിഷമമുണ്ടാവും തീർച്ചയായും. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ആ ആശ്വാസം വീട്ടിൽ എന്ത് വിഷമമുണ്ടാവുമ്പോഴും ആരോടാ പറയാ? വീട്ടിലെല്ലാവരും ചീത്ത പറയും. ഉമ്മ ചീത്ത പറയും, ബാപ്പ ചീത്ത പറയും, മുക്കാക്ക ചീത്ത പറയും. ആരടുത്തൊന്നും ഒരു സമാധാനം കിട്ടൂല. അപ്പൊ ആരെടുത്താ പറയാ? ഇവന്റെ അടുത്ത് പറയുമ്പോൾ ഇവൻ സമാധാനത്തിന്റെ വാക്കുകൾ വാരിക്കോരി ചൊരിഞ്ഞു തരും. അല്ലേ? ഞാൻ ഇന്ന് അത്ര നല്ല മൂഡിലല്ല, ഐ എം വെരി അപ്സെറ്റ് ടുഡേ എന്ന് ഒരു മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ചുള്ള മെസ്സേജ് എന്താ? കരയുന്ന സ്മൈലി ആയിരിക്കും. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക? ഹോ, എനിക്ക് മനസ്സിൽ ചെറിയ വേദന ഉണ്ടാകുമ്പോൾ കണ്ട ഇവൻ കരയാൻ. യഥാർത്ഥ ജീവിതത്തിലെ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും കുത്തിക്കൊല്ലുന്ന കണ്ടാലും ഈ പറയുന്ന ആള്, ഈ പറയുന്ന ഓള് അല്ലെങ്കിൽ ഓന് കരയില്ല കേട്ടോ. ഇതൊക്കെ ഒരു മായിക ലോകാണ്. അങ്ങനെയുള്ള ചാറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അവസാനിപ്പിക്കുക. വല്ലാഹി സത്യം സുമ്മ വല്ലാഹി, അത് ഹറാമാണ് മക്കളെ, അത് ഹറാമാണ്. അതിൽ യാതൊരു ന്യായീകരണവും നിങ്ങൾക്കില്ല. ആ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മരിച്ചുപോയാൽ നരകമാണ് നിങ്ങളുടെ അധിവാസ സ്ഥലം. അള്ളാന്റെ കോപമാണ്, ശാപമാണ്. ഉമ്മയുടെയും വാപ്പയുടെയും പണം കൊണ്ട് റീചാർജ് ചെയ്ത് അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നടത്തുന്ന ചാറ്റിംഗ്, വല്ലാഹി സത്യം, അള്ളാഹുവിന്റെ കോപത്തിൽ മാത്രമേ നിങ്ങൾ എത്തിക്കൂ. ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാകൂ. ഒരു തരത്തിൽ നിങ്ങൾക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഫ്രണ്ട്സാണ്, ഞങ്ങൾ വെറും ഫ്രണ്ട്സാണെന്നൊക്കെ പറയുന്നത്. എന്ത് ഫ്രണ്ട്സാണ് കൂട്ടരെ? അതൊന്തൊരു ഫ്രണ്ട്ഷിപ്പാണ്? ആ ഫ്രണ്ട്ഷിപ്പിന്റെ അവസ്ഥ മനസ്സിലാവണില്ല. ഇപ്പോ ഈ ഫ്രണ്ട്സാണെന്ന് പറയുന്ന ഈ പെൺകുട്ടി ചോദിക്കാണ്, രാത്രി എന്താ കഴിച്ചത്? അപ്പൊ അവൻ പറയാ 2 ചപ്പാത്തി. ഹോസ്റ്റലിലായിരിക്കും. 2 ചപ്പാത്തി, ചപ്പാത്തിക്ക് പച്ചക്കറിയിൽ 1 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റിന്റെ കഷ്ണം, 3 ബീട്രൂട്ടിന്റെ കഷ്ണം, ഇതൊക്കെയാണ് പറയാ. എന്നാലോ ഇതേ ഇവനെ ഉമ്മ വിളിച്ചിട്ട് ചോദിക്കാ, മോനെ ഇന്ന് എന്താ നീ കഴിച്ചത്? 2 ചപ്പാത്തിയും പച്ചക്കറിയും, വേറൊന്നുമില്ല. ഉമ്മ വിളിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാലോ ഈ ഫ്രണ്ട് എന്ന് പറയുന്ന പെണ്ണ് വിളിക്കുമ്പോൾ എല്ലാം വിശദീകരിച്ചു കൊടുക്കുക. കാരണം എന്താ? സംസാരിക്കാൻ എന്തെങ്കിലും വിഷയം വേണം. സംസാരിക്കാൻ വിഷയമില്ല. രാത്രി മുതൽ രാവിലെ വരെ അല്ലെങ്കിൽ 3-4 മണിക്കൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കുട്ടികളുടെ കഥ കേൾക്കുമ്പോൾ എന്താ ഈ സംസാരിക്കേണ്ടത്? അല്ലാഹു അലം, എന്താ സംസാരിക്കുക? വല്ലാത്തൊരു കഴിവാണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജിൽ ഒന്ന് പ്രസംഗിക്കാൻ കഴിയുക 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ. അത് കഴിഞ്ഞാൽ ഒന്നുകിൽ തളർച്ച വരും, അല്ലെങ്കിൽ വിഷയം കഴിയും, സംസാരിക്കാൻ ഉണ്ടാവില്ല. പക്ഷെ ഈ കുട്ടികൾ 3-4 മണിക്കൂറും എന്താ ഈ ഫോണിലൂടെ സംസാരിക്കുന്നത്? ഉച്ചകോടിയിൽ കൂടുന്ന പ്രധാനമന്ത്രിമാർക്കും പ്രസിഡന്റുമാർക്കും പോലും ഇത്രയേറെ സംസാരിക്കാനില്ല. അവർ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ സംസാരിച്ചിട്ട് മുഖത്തോടെ മുഖം നോക്കിയിരിക്കുക. ഇനി എന്താ പറയുക? പക്ഷെ ഈ കുട്ടികളുടെ സംസാരം ഇങ്ങനെ നീളാൻ. അതിനനുസരിച്ച് ടെലികോം കമ്പനികൾ ഓഫർ കൊടുക്കുക. രാത്രി 12 മണി കഴിഞ്ഞാൽ 1 രൂപയില്ല കോളിന് 50 പൈസ. കോളിന് 50 പൈസ മാത്രം. രാത്രി 12 മണി കഴിഞ്ഞാൽ കുറുക്കന്മാർക്ക് കാവലിരിക്കുക അല്ലേ? പിശാചുക്കൾക്ക് കൂട്ടിക്കൊടുക്കുക അല്ലേ? വളരെ വ്യക്തമായി എന്തൊരു വൃത്തികേടാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ ജീവിതത്തിലുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇതിന് ശേഷവും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ മക്കളെ, കര കയറാൻ കഴിയില്ല ജീവിതത്തിൽ. അള്ളാന്റെ മുന്നറിയിപ്പ് അവഗണിച്ചു കളഞ്ഞാൽ
പടച്ച തമ്പുരാന്റെ വാണിംഗ് അവഗണിച്ചു കളഞ്ഞാൽ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ കഴുകിക്കളഞ്ഞ് അള്ളാന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് സംശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കുക. വമല്ലം യതുബ്, ആരതിന് തയ്യാറാകുന്നില്ലയോ, ആര് പശ്ചാത്തപിക്കാൻ തയ്യാറാകുന്നില്ലയോ, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരാകുന്നു അക്രമകാരികളായ ആളുകൾ. അക്രമകാരികൾ വമാലിൽ ളാലിമീന മിൻ അൻസാർ, അക്രമകാരികൾക്ക് ഒരു തരത്തിലുള്ള സഹായവും ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ആയത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഈ വിശദീകരിച്ച ആയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക. എന്തിന് ഖുർആൻ നാം സ്വീകരിക്കണം എന്ന വിഷയം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്. എന്തിന് നാം ഖുർആൻ സ്വീകരിക്കണം, എന്തുകൊണ്ട് നാം ഖുർആനികമായ ഒരു ജീവിതം നയിക്കണം എന്ന വിഷയം നമുക്ക് സംശയം ഉണ്ടാവില്ല. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾ പറയുന്നു ബൈബിളാണ് സത്യം, ഹിന്ദുക്കൾ പറയുന്നു വേദഗ്രന്ഥങ്ങളാണ് സത്യം, സിഖുകാർ പറയുന്നു മറ്റൊന്ന്, ജൂതന്മാര് വേറൊന്ന് പറയുന്നു, മുസ്ലിങ്ങളും പറയുന്നു ഖുർആനാണ് സത്യം. ഞാൻ എന്തിന് ഖുർആൻ സ്വീകരിക്കണം എന്നതിന് 3 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 3 ഉദാഹരണങ്ങൾ. ആ ഉദാഹരണങ്ങളുടെ മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്കൊരു പ്രോമിസ് നൽകിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? അല്ലാഹ് പറയാ, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാക് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സനുരീഹിം, നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്, ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഫിൽ ആഫാഖി, മഹാപ്രപഞ്ചത്തിൽ, വഫീ അൻഫുസിഹിം, അവരുടെ സ്വന്തത്തിൽ തന്നെയും, ഹത്താ യതബയ്യന ലഹും, അവർക്ക് വ്യക്തമാകുന്നതുവരെ ഈ പരിശുദ്ധ ഖുർആൻ സത്യമാണെന്ന്, അന്നഹുൽ ഹഖ്, ഈ പരിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാകുന്നതുവരെ ഈ മഹാപ്രപഞ്ചത്തിലും അവരുടെ സ്വന്തങ്ങളിലും ഞാൻ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുന്നതാണ്. ഇത് അള്ളാന്റെ വാഗ്ദാനമാണ്. അള്ളാഹ് പറഞ്ഞത് എന്താ? ഈ പരിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് തെളിയുന്നത് വരെ ഈ മഹാപ്രപഞ്ചത്തിലും അവരുടെ സ്വന്തത്തിലും നാം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ്. അതെങ്ങനെയാണ്? നമ്മുടെയൊക്കെ വീടിന്റെ അലമാരയിലുള്ള ഖുർആൻ സത്യമാണെന്ന് പറയാൻ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാ തെളിവ് കാണിക്കുക? നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് തെളിവ് കാണിക്കുക? പറഞ്ഞുതരാം. 3 ഉദാഹരണം മാത്രമേ ഞാൻ അതിന് പറയുള്ളൂ. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, ജീവിതത്തിൽ എന്നും ഓർത്തു വെക്കുക. ഒന്നാമത്തെ ഉദാഹരണം, സ്വിറ്റ്സർലാൻഡിന്റെയും ഫ്രാൻസിന്റെയും അതിർത്തിയിൽ 100 മീറ്റർ താഴെ അതിഗഹനമായ ഒരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ പരീക്ഷണത്തിന്റെ പേരെന്താണ് അറിയോ? LHC എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. അതിൽ നടക്കുന്നത് എന്താ? പ്രോട്ടോണുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് അത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്ലൂവോൺ വേർപെടുത്തി ഹിഗ്സ് ബോസോണുകളെ കണ്ടെത്തുക. എന്താ ഹിഗ്സ് ബോസോൺ? ഹിഗ്സ് ബോസോൺ സൂപ്പർ സിമെട്രിക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താ? പറഞ്ഞുതരാം. അതായത് ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ്? പ്രപഞ്ചം ഉണ്ടായതിനെ കുറിച്ച് ഒരുപാട് ഹൈപ്പോത്തസിസുകൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് ബിഗ് ബാങ് തിയറിയാണ്, 2 സ്റ്റഡി സ്റ്റാറ്റിക് തിയറിയാണ്. ഒരുപാട് തിയറികളുണ്ട്. അതിൽ ശാസ്ത്രലോകം ഏറ്റവും കൂടുതൽ അംഗീകരിച്ച തിയറിയാണ് ഏത്? ബിഗ് ബാങ് തിയറി. അതായത് മഹാവിസ്ഫോടന സിദ്ധാന്തം. ഈ പ്രപഞ്ചം മുഴുവൻ ഒന്ന് ചേർന്ന ഒരു വലിയ പിണ്ഡമായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അത് പൊട്ടിത്തെറിച്ച് ഒരുപാട് ഗാലക്സികളും നക്ഷത്രങ്ങളും ആയി മാറുകയായിരുന്നു എന്നാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം പറയുന്നത്. ഈ പൊട്ടിത്തെറി ഉണ്ടായ ഉടനെ ഉണ്ടായ അവസ്ഥകളാണ് ഹിഗ്സ് ബോസോൺ. അതായത് വസ്തുക്കൾക്ക്, ഒബ്ജക്റ്റുകൾക്ക് മാസ് നൽകുന്ന ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന, അങ്ങനെ വിശ്വസിക്കപ്പെടുന്ന സംഗതി. ഈ ഹിഗ്സ് ബോസോണിനെ കണ്ടെത്താൻ വേണ്ടി ദൈവഗണം എന്നാണ് ഇതിന് പറയുക, അങ്ങനെ ഒരു പേരും കൂടിയുണ്ട്. ഇതിനു വേണ്ടിയാണ് ആ പരീക്ഷണം നടത്തപ്പെടുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം മഹാവിസ്ഫോടന സിദ്ധാന്തം ശാസ്ത്രലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു, അല്ലെ? ബിഗ് ബാങ് തിയറിയിലൂടെയാണ് ലോകമുണ്ടായത്. അതായത് ലോകം മുഴുവൻ ഒട്ടിച്ചേർന്നതായിരുന്നു. അതിനെ നാമാണ് വേർപെടുത്തിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ ഒരു സംഗതി ഇന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചിരിക്കുന്നു. ആ ആയത്തേതാ? അല്ലാഹ് പറയാൻ, അബലം യറൂ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? ഈ പ്രപഞ്ചം മുഴുവൻ ഒട്ടിച്ചേർന്നതായിരുന്നു. ഫഫതഖ്നാഹുമാ, നാമാണ് അതിനെ വേർപെടുത്തിയത്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ ഇത് പറഞ്ഞത് എപ്പോഴാ? AD 610 കാലഘട്ടത്തിൽ.
അതായത് സൂപ്പർ സിമട്രിക്കിനെ കുറിച്ചോ ഹിഗ്സ് ബോസോണിനെ കുറിച്ചോ മഹാവിസ്ഫോടന സിദ്ധാന്തത്തെ കുറിച്ചോ സയൻസിനെ കുറിച്ചോ യാതൊരു ബോധവും ആർക്കുമില്ലാത്തൊരു സമയത്ത് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ഉതിർന്നു വീണ വചനങ്ങൾ എന്ത് ലോകം മുഴുവൻ ഒട്ടിച്ചേർന്നതായിരുന്നു. അതിനെ നാമാണ് വേർപെടുത്തിയത്. 2015 ശാസ്ത്രജ്ഞന്മാർ ആ ഒരു സത്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഗഹനമായ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ല പറഞ്ഞു, പ്രപഞ്ചത്തിൽ ഈ ഖുർആൻ സത്യമാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുന്നതാണ്. ഒന്നാമത്തെ ദൃഷ്ടാന്തം. 2, നമ്മളൊക്കെ കളവ് പറയാറുണ്ട് അല്ലേ? കളവ് പറയാറില്ലേ? ഇപ്പോ ആൺകുട്ടികൾ സിനിമക്ക് പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ ചോദിച്ചാൽ എന്താണ് പറയാ? മാനിപ്പുലേറ്റ് ചെയ്യും. ഉമ്മ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? എവിടെ പോയി എന്ന് പറയും. ഇവിടെ പോയി എന്ന് പറയാ. അപ്പൊ ടൈമൊക്കെ കണക്കാക്കിയിട്ട് ഉമ്മ സ്കൂളിൽ നിന്ന് ഇത്ര മണിക്ക് വിട്ട് എന്നിട്ട് അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ വളരെ ടൈമൊക്കെ അറേഞ്ച് ചെയ്ത് ഹൈ മാനിപ്പുലേഷനിലാണ് വീട്ടിലേക്ക് കയറി പോവുക അല്ലെ? ഈ മാനിപ്പുലേഷൻ, ഈ ഒരു തന്ത്രാഖ്യാനം നടക്കുന്നത് എവിടെയെന്നറിയോ? തലച്ചോറിന്റെ മുൻഭാഗത്താണ്. അതായത് പ്രീ ഫ്രണ്ടൽ ഏരിയയിൽ. തലച്ചോറിന്റെ മുൻഭാഗം കൊണ്ടാണ് ഈ ഒരു മാനിപ്പുലേഷൻ നടത്തുക. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കളവ് പറയുന്നവരെ കുറിച്ച്, കള്ളം പറയുന്നവരെ കുറിച്ച്, കെട്ടിച്ചമച്ച് പറയുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ അറിയോ? കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് പറഞ്ഞതാ അങ്ങനെ വേണ്ട. അവൻ പിന്തിരിയുന്നില്ലെങ്കിൽ അവന്റെ നാസിയക്ക് ഞാൻ പിടിക്കുന്നതാണ്. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, വഞ്ചനാത്മകവും കള്ളവുമായ ആ നാസിയക്ക്. അറബിയിലെ നാസിയ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? പ്രീ ഫ്രണ്ടൽ ഏരിയ. പ്രീ ഫ്രണ്ടൽ ഏരിയ. എത്ര കൃത്യമായിട്ടാണ് അല്ലാഹ് പറഞ്ഞത്. മുഹമ്മദ് നബിക്ക് ഇത് അറിയാൻ സാധിക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. അടുത്ത കാലത്ത് മാത്രം ബ്രെയിൻ സയൻസ് നമുക്ക് മുന്നിലേക്ക് തുറന്നു തന്ന ഈ ഒരു സന്ദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം. ഈ ഖുർആൻ സത്യമാണെന്ന് തെളിയുന്നത് വരെ അവരുടെ സ്വന്തം ശരീരങ്ങളിലും ഈ പ്രപഞ്ചത്തിലും നാം ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുന്നതാണ്. അവസാനത്തെ ഉദാഹരണം. ഇതോടുകൂടി ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. 1981 ഫ്രാൻസിന്റെ എയർപോർട്ടിലേക്ക് ഒരു മൃതദേഹം കൊണ്ടുവരപ്പെട്ടു. ആ മൃതദേഹത്തിന്റെ പാസ്പോർട്ട് ഡിസീസ്ഡ് കിങ് എന്നതായിരുന്നു. മരിച്ചുപോയ രാജാവ്. മരിച്ചുപോയ രാജാവിന്റെ മൃതദേഹമായിരുന്നു ഈജിപ്തിൽ നിന്ന് ഫ്രാൻസിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ ആ രാജാവിന്റെ മൃതദേഹത്തിൽ കാർബൺ 14 ടെസ്റ്റ് നടത്തി. കാർബൺ 14 ടെസ്റ്റ് എന്തിൻ്റെതാ? കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള ടെസ്റ്റ് അല്ലെ? കാലപ്പഴക്കം നിർണ്ണയിക്കാൻ നടത്തുന്ന സംഗതി. ഈ കാർബൺ 14 ടെസ്റ്റ് നടത്തിയപ്പോൾ മനസ്സിലായത് ബൈബിളിന്റെ തോറയുടെ ഏറ്റവും പഴയ പതിപ്പുകൾ ലഭിച്ച റാംസസ് രണ്ടാമന്റെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്ന ആ ഒരു കാലയളവിൽ ജീവിച്ച ആളുടെ മൃതദേഹമാണിത്. അവസാനം ശാസ്ത്രജ്ഞന്മാർ നിഗമനത്തിലെത്തി ഈ കിടക്കുന്നത് റാംസസ് രണ്ടാമൻ എന്ന ഫറോവയാണ്. ഇയാളാണ് ഫറോവ ചക്രവർത്തിമാരിൽ ഏറ്റവും ക്രൂരനും ഏറ്റവും ഭയചകിതനും ഏറ്റവും അധികാരമുള്ളവനുമായ രാജാവാണ് ഇയാൾ, റാംസസ് രണ്ടാമൻ. ഈ റാംസസ് രണ്ടാമൻ ആരുടെ കാലത്താണ് ജീവിച്ചത്? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മോശെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ. അപ്പൊ ഇതാരായിരിക്കും? ഫിർഔൻ. അന റബ്ബുക്കുമുൽ അഅ്ലാ, അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പ്രഖ്യാപിച്ച ഫിർഔൻ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ ദൈവം എന്ന് പ്രഖ്യാപിച്ച ഫിർഔൻ. ഈ ഒരു സംഗതി മുസ്ലിം ലോകത്ത് പാട്ടായി. ഇങ്ങനൊരു മൃതദേഹം കിട്ടിയിട്ടുണ്ടെന്നും ഇതിന്റെ കാലപ്പഴക്കം മോശെ പ്രവാചകന്റെ മൂസാ നബിയുടെ കാലത്താണെന്നും മുസ്ലിം ലോകത്ത് പാട്ടായി. അപ്പൊ മുസ്ലിം ലോകത്തുള്ള ചില പണ്ഡിതന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ പ്രസംഗിച്ച് നടക്കാൻ തുടങ്ങി, അത് തീർച്ചയായും മൂസാ നബിയുടെ കാലത്തുള്ള ഫറോവയാണ്, അദ്ദേഹത്തിന്റെ ശരീരത്തെ സംരക്ഷിക്കുമെന്ന് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു സംസാരം ചർച്ചാ വിഷയമായപ്പോ ഈ ഒരു സംഗതി ആ ശാസ്ത്ര പഠനം നടത്തുന്ന ശാസ്ത്ര തലവന്റെ, അതായത് മോറിസ് ബുക്കായി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ ചെവിയിലുമെത്തി. ഈ ഒരു അവകാശവാദം അത് ഫറോവയാണ്, ഖുർആൻ പറയുന്ന ഫറോവയാണ് എന്ന അവകാശവാദം ആരുടെ ചെവിയിലെത്തി? മോറിസ് ബുക്കായിയുടെ ചെവിയിലെത്തി. അങ്ങനെ മോറിസ് ബുക്കായി ആ ഒരു കാര്യത്തിൽ ഗവേഷണം നടത്താൻ തുടങ്ങി. ഏത് കാര്യത്തിൽ? എങ്ങനെയായിരിക്കും ഈ മൃതദേഹത്തിന്റെ ഉടമ ഫറോവ മരിച്ചത്? എങ്ങനെയായിരിക്കും ഫറോവ മരിച്ചത് എന്ന സംഗതിയെക്കുറിച്ച് ആര് പഠനം നടത്താൻ തുടങ്ങി?
മോറിസ് ബുക്കായി പഠനം നടത്താൻ തുടങ്ങി. ആ പഠനത്തിനൊടുവിൽ മോറിസ് ബുക്കായിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ, ഈ റാംസസ് രണ്ടാമൻ മരിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം മുങ്ങി മരിച്ചതല്ല, മുക്കിക്കൊല്ലപ്പെട്ടതാണ്. വയറ്റിലുള്ള ആമാശയത്തിലുള്ള അമിതമായ സോഡിയം ക്ലോറൈഡിന്റെ അളവിലൂടെ ശാസ്ത്രജ്ഞന്മാർ നിഗമനത്തിലെത്തി ആരോ ഫോഴ്സ്ഫുള്ളി ഈ മനുഷ്യനെ മുക്കിക്കൊന്നതാണ്. പക്ഷെ അവർക്ക് ഉത്തരം നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ട് ഈ മൃതദേഹം ഫോർമാലിൻ എന്ന കെമിക്കൽ പോലും ഉപയോഗിക്കപ്പെടാതെ ഇത്ര വൃത്തിയായി അവയവങ്ങൾ ജീർണിക്കാതെ ഇത്ര ശുദ്ധമായി കാലങ്ങളോളം നിലനിന്നു എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമില്ല. പക്ഷേ അതിന് ഖുർആൻ ഉത്തരം പറയുന്നു. ഇപ്പം ഉറപ്പായി ഫിറഔൻ മരിച്ചത് എങ്ങനെയാ? ചെങ്കടലിൽ മുങ്ങിയിട്ടല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്നതാണ്. ഫഅഗ്റഖ്നാഹു, മുക്കിക്കൊന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ മുങ്ങി മരിക്കുന്ന സമയത്ത് ഫിറഔൻ പറഞ്ഞു, ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ, ഞാനിതാ മൂസയുടെയും ഹാറൂനിന്റെയും ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹ് പറഞ്ഞു, ഫിറഔനെ, ഇതല്ല അതിന്റെ സമയം, ഇപ്പോഴല്ലായിരുന്നു നീ വിശ്വസിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, സൂറത്തുൽ യൂനുസിലൂടെ അല്ലാഹ് പറയാൻ, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. ഇന്നേ ദിവസം നിന്റെ ശരീരത്തെ ഞാൻ രക്ഷിക്കുന്നതാണ്, ഇന്നേ ദിവസം നിന്റെ ഡെഡ് ബോഡിയെ ഞാൻ രക്ഷിക്കുന്നതാണ്. ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിറകെ വരുന്ന കോടിക്കണക്കിന് വരുന്ന മനുഷ്യ സഞ്ചയത്തിന് ദൃഷ്ടാന്തമായിക്കൊണ്ട് നിന്റെ മൃതദേഹത്തെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നതാണ്. വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. എന്നാലും മനുഷ്യന്മാരിൽ പലരും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അശ്രദ്ധരാണ്. കെയ്റോയിലെ മ്യൂസിയത്തിൽ ഇന്നും കേടുകൂടാതെ നിലനിൽക്കുന്ന ആ മൃതശരീരം പരിശുദ്ധ ഖുർആനിന്റെ ദൈവികതയുടെ ജീവിക്കുന്ന തെളിവായി നിലനിൽക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. പക്ഷേ ഈ 3 ഉദാഹരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മായാതെ മറക്കാതെ ഹൃദയത്തിൽ രേഖപ്പെട്ട് കിടക്കണം. എന്നാൽ എന്താ അറിയോ, എന്തിനാണ് രേഖപ്പെട്ട് കിടക്കേണ്ടത്? ഈ ലോകത്തുള്ള സംഗതികളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് സത്യമാണെങ്കിൽ, റബ്ബേ, നാളെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് സത്യമാണ്. ഖബറിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച്, ആ കോടതിയെക്കുറിച്ച്, ശഫാഅത്തിനെക്കുറിച്ച്, സിറാത്ത് പാലത്തിനെക്കുറിച്ച്, ഹൗദുൽ കൗസറിനെ കുറിച്ച് എല്ലാം ഖുർആൻ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ അതിനനുസരിച്ച് തിട്ടപ്പെടുത്തണം എന്ന ബോധം നമുക്കുണ്ടാകും. ഇത് മറക്കാതെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക, ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുക. എപ്പോഴും ജീവിതത്തിൽ ദുആവോടുകൂടി കഴിഞ്ഞുകൂടുക. അധർമ്മമുഖരിതമായ ഈ ലോകത്ത് ധർമ്മത്തിൻ്റെ വക്താക്കളായി വ്യത്യസ്തരായി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ നെഞ്ചിലേറ്റുവാനും ആ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്തുവാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ക്യാമ്പസുകളിൽ ഇസ്ലാമിൻ്റെ പ്രതീകങ്ങളായി മാറാൻ, ഇസ്ലാമിൻ്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിത്വത്തിൻ്റെ ഉദാഹരണങ്ങളായി മാറാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.